സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇന്ന് രാത്രി ഈ സമയവും തക്കത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്ഥലസഭയെ, ശുശ്രൂഷകനെ, കൂടപ്പെട്ടവരെ, ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന ഏവരെയും സർവജ്ഞനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ നമ്മുടെ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമോ നമോ നാജവാരണ സ്വാമി നമോ നമോ യേശുനായക നമോ നമോ നാജവാരണ സ്വാമി മോജിബോജിത രൂപ നമോ നമോ മഗീപാദ. യേശുനായക ശ്രീജ നമോ നമോ നാജവാരണ സ്വാമി നമോ നമോ യേശുനായക നമോ നമോ നാജവാരണ സ്വാമി നമോ നമോ മോജിബോ ഗീതരൂപ നമോ നമോ മഗീപാദ. കരമുയർത്തി ദൈവത്തിന്റെ മഹത്വം കരയേറ്റാം. കൊലോസ്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ പദമാണ് ഇവിടെ പൊതുവിൽ വായിച്ചു കേട്ടത്. മോളൊന്നുകൂടെ മൈക്കിൽ കൂടെ സ്ഫുടമായിട്ട് വായിച്ചു. ദൈവത്തിന്റെ മഹത്വം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. ദൈവത്തിന്റെ മഹത്വം. വളരെ പരിചിതമായ ഒരു തിരുവെഴുത്താണ്. ഇന്ന് രാത്രി കൂടപ്പെട്ടവരോടും കേൾക്കപ്പെട്ടവരോടും കേൾക്കുന്നവരോടും ഓർപ്പിക്കട്ടെ, എപ്പോഴും സമയം അനുകൂലമായി വരുന്നെന്ന് ചിന്തിക്കരുത്. ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. 5 മിനിറ്റ് ഈ കൂട്ടായ്മ നടന്നുള്ളെങ്കിലും തക്കത്തിൽ ഉപയോഗിച്ചോണം. ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ ദൈവത്തെ ആരാധിക്കണം. എന്റെ ഭാഷ പറയാ, കൈയടിക്കാൻ ആക്കമുള്ളപ്പോൾ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഉള്ളപ്പോൾ ദൈവത്തെ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം. അവൻ നടന്നു വരാൻ ആക്കമുള്ളപ്പോൾ യോഗത്തിന് നടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. കണ്ണിന് കാഴ്ചയുള്ളപ്പം ദൈവത്തിന്റെ വചനം വായിച്ച് ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്. കൊടുക്കാൻ വല്ല ചാൻസ് ഉണ്ടെങ്കിൽ അവസരം കിട്ടുമ്പോൾ കൊടുക്കണം. എന്തായാലും കൊള്ളാം. എപ്പോഴും സമയം കിട്ടിയെന്ന് വരികയില്ല. ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. കാലമേറെ ചൊല്ലുവാനില്ല, നാളെയെന്നത് നിനക്കുള്ള ഇല്ല. കാലമേറെ ചൊല്ലുവാൻ, നാളെയെന്നത് നിനക്കുള്ളതല്ല. കാലത്തികവിൽ കാന്തൻ വന്നിടും, കാത്തിരിക നിശൂലമി. കാലത്തികവിൽ രാമും പകലും ഗീതങ്ങൾ പാടി പവിത്ര ജീവിത ജോബയൂലമിയ പോൽ കാത്തിരി നീ കാന്തൻ വരുമേ ഉണ ശൂലമിയ പോൽ കാത്തിരിക്കാൻ നീ കാന്തൻ വരുമേ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അവൻ നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യരായ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് പറയുക, മരണം ഏത് ദിവസവും ഏത് സമയവും നമ്മെ പിടികൂടും. മരണത്തിൽ നിന്നാർക്കും ഒഴിയാവതല്ല. അവൻ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവതിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചു വച്ചിരിക്കുന്ന അവൻ കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാരംഭത്തിൽ പറയട്ടെ, മരണത്തിന്റെ തണുത്ത കരമെന്ന് തപ്പുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ പരിശുദ്ധ നാമം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്.
നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് നിൽക്കരുത്. ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവത്തിന്റെ മകത്ത് ഇന്ന് രാത്രി സുപ്രസാദ കാലമാ. ഈ രാത്രി രക്ഷാ ദിവസമാ. യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കുവാൻ, യേശു ക്രിസ്തുവിന് ഹൃദയം കൊടുക്കുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് നല്ല അവസരം ദൈവം തന്നിരിക്കുക. ഈ സമയം നഷ്ടപ്പെടുത്തി കളയരുത്. ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുക, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം, പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ ഈടുറ്റ ലേഖനമാണ് കൊലോസ്യ ലേഖനം. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. വേദപുസ്തകത്തിലെ 66 പുസ്തകത്തിൽ, പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ അറിയാത്തവരുടെ അറിവിനായി ഇത് പറയുന്നത്. വേദപുസ്തകം വന്ന് ചിലർക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ പുതിയ നിയമത്തിലെ പുസ്തകത്തിൽ പ്രാരംഭത്തിൽ 4 സുവിശേഷ പുസ്തകം. എന്തുവാ സുവിശേഷം? സുവിശേഷം മതം മാറ്റുകയല്ല, ആളെ കൂട്ടുകയല്ല, ബഹളം ഉണ്ടാക്കുകയല്ല, അലപ്പറ ഉണ്ടാക്കുകയല്ല, മറ്റുള്ളവരുടെ സ്വസ്ഥത കെടുത്തുകയല്ല, ആമൻ കാശ് കൊടുത്ത ആൾക്കാരെ ചേർക്കുന്ന മാർഗമല്ല. മതം മാറ്റം അല്ല ഇവിടെ നടക്കുന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാ, അത് മറ്റാരുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തു. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. അതാണ് സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. അതാണ് സുവിശേഷം. എവിടെയും പറയാൻ കൊള്ളാവുന്നത് ആ സുവിശേഷം. ആരോടും പറയാൻ കൊള്ളാവുന്നത് ആ സുവിശേഷം. ഏത് സമയത്തും ഏത് സ്ഥലത്തും ഏത് വ്യക്തികളോടും പറയാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാ. സുവിശേഷം ഒരു വിഭാഗത്തിനോ മതത്തിനോ ഒരു ഗ്രൂപ്പുകാർക്ക് മാത്രമല്ല, മുഴു ലോകത്തിനും വേണ്ടിയുള്ളത് ആ സുവിശേഷം. തീത്തോസിന്റെ ലേഖനം 2:11 വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകരം ഉദിച്ചുവല്ലോ. രക്ഷ സകല മനുഷ്യർക്ക്. അവൻ ഹൈന്ദവനായിരിക്കാം, മുസ്ലിം ആയിരിക്കാം, അവൻ അക്രൈസ്തവനായിരിക്കാം, നിരീശ്വരവാദിയായിരിക്കാം, ബുദ്ധനോ പാഴ്സിയോ ജൈനനോ ആരുമാകട്ടെ, അവൻ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാ സുവിശേഷം. എവിടെയും പറയാൻ കൊള്ളാവുന്നത് സുവിശേഷമേ ഉള്ളൂ. ആരോടും പറയാൻ കൊള്ളാവുന്ന സുവിശേഷമേ ഉള്ളൂ. ഏത് സന്ദർഭത്തിലും പറയാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളത് സുവിശേഷമാ. എന്താ സുവിശേഷത്തിന്റെ വിശേഷത? മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന മാർഗമാണ് സുവിശേഷം. അവൻ കരുണയും ദയയും അനുകമ്പയും ഉളവാക്കുന്നതാ സുവിശേഷം. ഒരു കാലത്ത് ഞാൻ എപ്പോഴും പറയും, അയിത്തമുള്ള കാലം ഉണ്ടായിരുന്നു. റോഡ് നടക്കാൻ മേലെ ഇത്ര അടി അകലം, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും, പെരുവഴിയെ കൊണ്ട് നടക്കാൻ മേലെ വിദ്യാഭ്യസിക്കാനൊക്കത്തില്ല, പള്ളിക്കുടുത്തി കയറ്റത്തില്ല, വൃത്തിയുള്ള വസ്ത്രം ധരിക്കാനൊക്കത്തില്ല, താഴേക്കിടയിൽ പട്ടി അധകൃതരാകുന്നവര് ഇത്രയടി ദൂരത്ത് മാറ്റി അടുപ്പിക്കാതെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുവാനൊക്കത്തില്ല, കെട്ടില്ല, കൂട്ടമില്ല. ഇങ്ങനെല്ലാത്ത വല്ലാത്തൊരു കാലം. അതിന് മാറ്റം വരുത്തിയത് സുവിശേഷമാണ്. ചരിത്രം പഠിക്കുന്നവർക്കും എന്നേക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുമല്ലോ. സുവിശേഷത്തിന്റെ ചുവട് പിടിച്ച നവോത്ഥാന നായകന്മാരും മതനേതാക്കന്മാരും ഭരണ പരിഷ്കർത്താക്കളും സാമൂഹിക പരിഷ്കർത്താക്കളൊക്കെ വന്നത് സുവിശേഷത്തിന്റെ ചുവട് പിടിച്ച. സതി നിർത്തലാക്കിയത് സ്കൂളിൽ പഠിപ്പിച്ച നമുക്കറിയാം. അതിന്റെ മൂലകാരണം വേറെയാ. അത് സുവിശേഷം വന്നതുകൊണ്ടാണ്. സ്തോത്രം. മാത്രമല്ല, അവൻ വിദ്യ അഭ്യസിക്കുവാൻ ഇടം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അതിനുശേഷമാണ് ഓരോ സംഘടനക്കാരും മതക്കാരും സംഘക്കാരും പള്ളിക്കൂടം തുടങ്ങിയത്. അത് പള്ളിയോട് ചേർന്ന് അവൻ ഷെഡ് കെട്ടി അക്ഷരം പഠിപ്പിച്ച് മനുഷ്യനെ വിവരമുള്ളവരാക്കി തീർക്കാൻ ഒതുങ്ങിയ ആ സുവിശേഷം. ആ സുവിശേഷം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. സുവിശേഷം ഒരു വ്യക്തിയിൽ ക്രിയ ചെയ്തത് കൊണ്ട് ആ വ്യക്തിക്ക് സമൂല മാറ്റം വന്നിട്ടുണ്ട്. മദ്യപിച്ചും വെറുക്കൂത്തിലും ലഹരിയിലും അടിമപ്പെട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും പേടി സ്വപ്നമായും എല്ലാവരും വെറുക്കപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുവാൻ കാത്തുകെട്ടിക്കിടന്ന വ്യക്തികൾക്ക് രൂപാന്തരം വരുത്തിയതാണ് സുവിശേഷം. ഒരു കുടുംബത്തിൽ സുവിശേഷം വന്ന് ആ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. അരാജകത്വവും നിരാശയും പരാതിയും ശാപമാണെന്നും പാരമ്പര്യമാണെന്നും ഇത് പാരമ്പര്യ ദോഷമാണെന്നും ശാപമാണെന്നും കൂടോത്രമാണെന്നും ശുദ്രപ്രയോഗ നിമിത്തമാ ഇത് മുടിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ അനേക കുടുംബങ്ങൾ സുവിശേഷം കേട്ട് യേശുവിനെ വിശ്വസിച്ചു. ഈ മാർഗത്തിൽ വന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ അതിന്റെ സകല കെടുതികളും മാറ്റി ആ കുടുംബത്തെ യേശു രക്ഷിച്ചു. ഇന്ന് രാത്രിയും ആ സുവിശേഷം ഇവിടെ മുടങ്ങിക്കൊണ്ടിരിക്കുക. സുവിശേഷം ഒരു ദേശത്ത് ഉയർത്തപ്പെട്ടാൽ ദേശത്തിന്റെ മുഖഛായ മാറും. സുവിശേഷം ഒരു രാജ്യത്ത് വന്നാൽ രാജ്യത്തിന്റെ മട്ടും സ്ഥിതിക്കും മാറ്റം വരും. സുവിശേഷം ചെന്നിടത്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ഈ വാത്സല്യ ഭവനത്തിന്റെ അങ്കണത്തിൽ ഇത്രയും പേർ ഒന്നിച്ചുകൂടി സുവിശേഷമാകുന്ന യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഇടയായത് ഈ കുടുംബത്തിനും സമീപവാസികൾക്കും ദേശത്തിനും കേൾവിക്കാർക്കും ഒരുപോലെ അനുഗ്രഹമാകും, വിടുതലാകുമെന്നുള്ളതിൽ രണ്ട് തർക്കമില്ല. പ്രൈസ് ദി ലോർഡ്.
ജയിക്കുമേ, സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് ബഹു സന്തോഷമേ. കൂടുമി സഭകളെ വന്ന് പാടുമി, യേശുവിൻ കീർത്തി കൊണ്ടാടുമി, സുവിശേഷം ചൊല്ലാനോടുമി, നിദ്ര വിട്ടുണർന്നിടുമി, ഒത്തല്ലാരും നീടുമി, വേഗം ജയിക്കുമേ, സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ. അതു അരമുയർത്തുന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാനിന്ന് അല്പ സ്പീഡിലായിരിക്കും ശുശ്രൂഷിക്കുന്നത്, പതിവിന് വിപരീതമായിട്ടുമായിരിക്കും. ദൈവത്തിന്റെ ഭാഗത്ത് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഒക്കുന്നുണ്ടോ നോക്കിയിരിക്കരുത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. എന്നെ നോക്കി കൊടുമുടികളുടെ പർവ്വതങ്ങളെ നിങ്ങൾ എന്നെ സ്പർദ്ധിച്ചു നോക്കുന്നത് എന്ത് എന്നുള്ള നിലപാടിൽ ഇരിക്കരുത്. നാം ഒന്നിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവിന് മഹത്വം. ഇവിടെ ഇത്രയും പേരെ ഉള്ളെങ്കിലും ഓൺലൈനിൽ ചില ദൈവമക്കളും പ്രിയപ്പെട്ടവരുമുണ്ട്. അവർക്കും ഈ ശുശ്രൂഷ അനുഗ്രഹവും വിടുതലമാകട്ടെ. ദൈവത്തിന് ഒരാൾ സുവിശേഷം കേട്ടാൽ മതി, യോഗം വിജയിച്ചു. ഒരാൾ ഇന്നിനെ സമർപ്പിച്ചാൽ മതി, യോഗം വിജയമാണ്. ചെല്ലു പറയോ, മോൻസി പാസ്റ്റർ യോഗം നടത്തി പരാജയമായിരുന്നത് പൊട്ടന്മാര് പറയും. ഇതൊരു പരാജയവുമല്ല, ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. ഈ ചെലവാക്കിയതും ബന്ധപ്പെട്ടതും കഷ്ടപ്പെട്ടതും വന്നിരിക്കുന്നതും ഒരാൾ ഇന്ന് രാത്രി സമർപ്പിച്ചാൽ മതി, യോഗം വിജയമാ. ദൈവത്തിന് മഹത്വം. ആമേൻ. സുവിശേഷം ആരോടും പറയാം, എവിടെയും പറയാം. ഉയർത്തപ്പെട്ടതാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. പണ്ടാശാരി ഉപദേശി തിരുവല്ല യോഗം നടത്തി. ഞാനും യോഗത്തിലുണ്ട്. ചതച്ചു കുത്തിയ മഴ, ഒരെണ്ണം പോയില്ല. വള്ളമാരില്ല എന്നാണ് ഞൂപ്പായിരുന്നേ. അവസാനം യോഗം കഴിയുമ്പോൾ സാരിയും തുണിയെല്ലാം പിടിയായിരുന്നു. ആരും കുറെ എണ്ണം എഴുന്നേറ്റ് ഓടി. തീരെ അവശതയുള്ളവരും അതുപോലെ രോഗമുള്ളവരൊക്കെ ഉണ്ട്. അവരെ നമുക്ക് അറിയാമല്ലോ. അല്ലാത്തവരല്ല യോഗത്തിനിരുന്ന്. ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു. ഇതുപോലെ ഒന്ന് പ്രസംഗിച്ചു. ഞാനും ഉണ്ട് യോഗത്തിന്. യോഗം നല്ല വിജയമായിരുന്നു. അങ്ങനെ ഇരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ ഇരിക്കാനായാലും താല്പര്യമുണ്ട്, ഞാൻ നിൽക്കാനും താല്പര്യമാണ്. വേറെ ഒരു ജോഡി ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, എവിടെയും പറയാൻ കൊള്ളാതെ ആ സുവിശേഷം. അതേ ഭാഗമൊന്നും അധികം വിവരിക്കുന്നില്ല. കർത്താവിന്റെ മഹത്വം. അങ്ങനെ സുവിശേഷം 4 പുസ്തകം, 4 സുവിശേഷങ്ങൾ. അത് യേശുവിന്റെ 4 വിശേഷത. പിന്നീട് അപ്പോസ്തല പ്രവൃത്തി. അതാണല്ലോ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനത്താലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലും അനവധി നിരവധി സഭകൾ ഉടലെടുത്തു. ഈ സഭയെ കർത്താവിന്റെ വരവനായിട്ട് ഒരുക്കുവാൻ, സജ്ജരാക്കുവാൻ ആത്മനിയോഗത്തോടെ അഭിഷിക്തന്മാർ എഴുതിയ ലേഖനമാണ് 21 ലേഖനം. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. ഒടുവിൽ വെളിപ്പാട് പുസ്തകം. ഇങ്ങനെയാണല്ലോ പുതിയ നിയമം. അതിൽ ലേഖനത്തിൽ വളരെ ഈടുറ്റ ലേഖനമാണ് കൊലോസ്യ ലേഖനം. പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഈ കൊലോസ്യ ലേഖനത്തിലെ പ്രധാനപ്പെട്ട വിഷയം, എന്തിനായി കൊലോസ്യ ലേഖനം എഴുതിയത്? അതിനൊറ്റ വാക്യം ഉള്ളതിന്റെ മറുപടി. മോളെ 1:28 വായിച്ചോ. കൊലോസ്യ ലേഖനം എഴുതാനുള്ള കാരണം, അല്ല കൊലോസ്യ ലേഖനം തന്നല്ല, എല്ലാ ലേഖനവും. പിന്നെ അതിന്റെ കാര്യം 1:28 കൊടുത്തു. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. അപ്പോൾ ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് ഏത് മനുഷ്യരെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കണം. ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരും തികഞ്ഞവരാകണമെന്ന ദൈവത്തിന്റെ ഹിതം. അവൻ ദൂരത്തിരുന്ന് ശ്രദ്ധിക്കുന്നവരും ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരണം. അതിനായി ലേഖനം എഴുതിയിരിക്കുന്നത്. അത് അധികം വിവരിക്കുന്നില്ല. 4 അധ്യായത്തിലും പ്രധാനമായിട്ട് 4 വിഷയങ്ങൾ ഊന്നി പറയുന്നുണ്ട്. 4 വിഷയവും 40 വിഷയവുമല്ല, നിരവധി വിഷയമാണ്. തന്നെയല്ല, നിങ്ങൾ ചിന്തിച്ചാൽ വേറെ വിഷയങ്ങൾ അതിനകത്ത് കാണാൻ. തന്നെയല്ല, നിങ്ങൾ പെട്ടെന്ന് വിഷയം ഉണ്ടാക്കാനും മിടുക്കരാണല്ലോ. 2 മിനിറ്റ് കിട്ടിയാൽ മതി, അന്നേരം അത് വിഷയമാക്കി കളയും. അപ്പൊ നമ്മൾ വിഷയം ഉണ്ടാക്കാനും മിടുക്കരാം. ഒരു വിഷയമില്ല, നമ്മൾ അന്നേരം വിഷയമാക്കി കളയും. അപ്പോൾ ശ്രദ്ധിക്കുക, കൊലോസ്യ ലേഖനത്തിൽ പ്രധാനമായിട്ട് 4 വിഷയങ്ങളാണ്. 1-ാം അധ്യായത്തിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. 2-ാം അധ്യായത്തിൽ പറയുക ചുമ്മാ ഇരുന്ന് ചീർക്കരുത്. 3-ാം അധ്യായത്തിൽ പറയുക ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. 4-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടൊരു 3 കാര്യം എടുത്തു പറഞ്ഞു. അത് ഞാൻ പിന്നെ പറയാം. കർത്താവിന്റെ മഹത്വം. അപ്പോൾ 1-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട വിഷയം ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചെന്ന്. വായിച്ചേ മോളെ 12-13 വാക്യം 1-ന്റെ. വായിച്ചോ പെട്ടെന്ന് വായിച്ചു.
ബലപ്പെടണം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി ആ. നമ്മെ പ്രാപ്തരാക്കുകയും ശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും അടുത്തത് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. എന്താ ഇരുട്ട്? വേറെ പുസ്തകം പഠിക്കുമ്പോൾ ഇരുട്ട് 2-3 വിഷയത്തെ കാണിക്കുന്നു. ഒന്ന് പിശാച്, അതാണ് ഇരുട്ട്. 2 നരകം, ഇരുട്ടിനെ കാണിക്കുക. സ്തോത്രം. 3 പാപം, അത് ഇരുട്ടിനെ കാണിക്കുക. അപ്പോൾ പിശാചിന്റെ പിടിയിൽ നിന്ന്, നിത്യ നരകത്തിൽ നിന്ന്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് എന്നെയും നിങ്ങളെയും ദൈവം വിടുവിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാനായ പ്രിയപ്പെട്ടവരോട് പറയാ, അവ ഒരു കാര്യം ഉറപ്പിച്ചും പറയാ, പാപത്തിന്റെ പിടിയിൽ നിന്ന് മോചനം തരുവാൻ കഴിവുള്ള ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവദേശത്ത് നഷ്ടപ്പെടുത്തി പാപികളാകുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത ഒരുവൻ സ്വർഗത്തിൽ നിറഞ്ഞു വന്നു. മനുഷ്യാവതാരം, മനുഷ്യവേഷമെടുത്തി ഭൂമിയിൽ ജീവിച്ച് അവിടുന്ന് നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത് ഇന്നും അവിടുന്ന് ജീവിക്കുന്നു. അവിടുത്തെ കഷ്ടാനുഭവങ്ങൾ, പങ്കപ്പാടുകൾ, പീഡകൾ, വ്യതകൾ, അവിടുന്ന് നമുക്ക് വേണ്ടി രക്തം ചിന്തി, അവിടുന്ന് നമുക്ക് വേണ്ടി അവിടുത്തെ തിരുശരീരം നുറുക്കപ്പെട്ടു തകർക്കപ്പെട്ടു. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്താൽ മനുഷ്യവർഗത്തിന് പാപത്തിന് മോചനമുണ്ട്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കാഴ്ച കൊണ്ടൊന്നും മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരികയില്ല. പാപത്തിന് പരിഹാരം വരുന്നത് യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ. എന്താ രക്തത്തിന്റെ പ്രത്യേകത? പുണ്യാഗ രക്തമാണ്, വിലയേറിയ രക്തമാണ്, നിർമ്മല രക്തമാണ്, സംസാരിക്കുന്ന രക്തമാണ്, ഗുണകരമായി ഉള്ള രക്തമാണ്, വിലയേറിയ രക്തമാണ്, ജയം തരുന്ന രക്തമാണ്, രോഗം സൗഖ്യമാക്കുന്ന രക്തമാണ്, നിരാശ മാറ്റുന്ന രക്തമാണ്. യേശുവിന്റെ പരിശുദ്ധ രക്തത്താൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിക്കും. ഇന്ന് രാത്രി പാപത്തിന്റെ പടുകുടിയിൽ എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ വിടുതല പ്രാപിക്കും, എന്ത് ചെയ്താൽ അവൻ രക്ഷപ്പെടാമെന്ന് ചിന്തിച്ച് ആരേലും വശപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിൽ പരിഹാരമുണ്ട്. നീ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ എന്നെ രക്ഷിക്കണം, യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, യേശുവേ എൻ്റെ പാപം മോചിക്കണം. ഇന്ന് രാത്രി പാപം മോചിക്കുവാൻ കഴിവുള്ള പരിശുദ്ധനാകുന്ന നസറായൻ ഇന്ന് രാത്രി എന്നാണ് നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാ. അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന്റെ അടുക്കൽ വരുന്നവരെ നിരാശയോടെ പോകാൻ അനുവദിക്കത്തില്ല. ആട്ടാട്ടയെ ഓടിച്ച് മുമ്പോട്ട് പോകാം. അപ്പോൾ ഒന്ന്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. ഇന്ന് രാത്രി നമ്മെ വിടുവിക്കുവാൻ കഴിവുള്ളവനായ യേശു, നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനായ യേശു, നിന്നെ സൗഖ്യമാക്കാൻ കഴിവുള്ളവനായ യേശു, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിവുള്ളവനായ യേശു, നിന്റെ രോഗത്തിന് സൗഖ്യം തരുവാൻ കഴിവുള്ളവനായ യേശു, നിനക്ക് സമാധാനം തന്നെ കഴിവുള്ളവൻ യേശു. ഇന്ന് രാത്രി ആ യേശുവിന്റെ അടുക്കൽ മുഴങ്കാലം അടക്ക്, നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാണ്. അതേ മുമ്പോട്ട് പോകാം. 1-ാം അധ്യായത്തിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചു. എനിക്കതെല്ലാം നിന്ന് പറയണമെന്നുണ്ട്, അടുക്കിടക്കായിട്ട് പറയണമെന്നുണ്ട്. പറഞ്ഞാൽ അല്പസമയം ഏറിപ്പോകും. പിന്നെ നിങ്ങൾ ചിലർ ഇന്ന് മൊരടും. വെറുതെ എന്തിനാ? അല്ലേ തന്നെ മൊരടി ഇരിക്കുകയാണല്ലോ, വെറുതെ എന്തിനാ ഇനി പിന്നെ മൊരടുന്നത്? അപ്പൊ അതുകൊണ്ട് അധികം വിവരിക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. ഒന്നിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ചു, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഇരിക്കണമെന്നല്ല, സ്തോത്രം ചെയ്യണമെന്നാണ്. ഇത്രയിൽ ഒത്തല്ല വലിയ കാര്യം. ഈ ചാറ്റമഴയും പിടിച്ച് ഇത്രയിൽ ഒത്തത് തന്നെ വലിയ കാര്യം. സ്തോത്രം ചെയ്യണമെന്നാണ് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് സ്തോത്രം പറയിപ്പിക്കാൻ. ദൈവത്തെ എനിക്കാണെങ്കിൽ അങ്ങനെ പറയിപ്പിക്കാൻ അറിയത്തുമില്ല. കൂടെ ഇക്കിളിടാൻ അറിയാൻ മേല. ചെല്ലങ്ങനെ സ്തുതിച്ചാട്ടെ ഒരു നല്ല ഹല്ലേലൂയാണ്. ഇവിടെ ആയതുകൊണ്ടൊന്നും പറയുന്നില്ല. അപ്പൊ 1-ാം അധ്യായത്തിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ചു. 2-ാം അധ്യായത്തിൽ വന്നാൽ പറയാ, ചുമ്മാ ഇരുന്ന് ചീർക്കരുതെന്ന്. വെറുതെ ഇരുന്ന് ചീർക്കരുത്. സ്തോത്രം അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? വായിച്ചേ മോളെ. 2-ാം അധ്യായത്തിന്റെ 19 അല്ലയോ? തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. അതായത് ആരോട്ട് വായിച്ചു വരുമ്പോൾ വീർക്കുന്നു, ചുമ്മാ ഇരുന്ന് വീർക്കുക. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഏതാണ്ടൊക്കെ ആയെന്നുള്ള തോന്നല. ഞാൻ ഏതാണ്ടൊക്കെ ഈ സഭയിൽ ഇപ്പൊ ഇച്ചിരി മിടുക്ക, ഞാൻ ഈ സെന്ററിൽ അല്പം മിടുക്കുണ്ടെങ്കിൽ എനിക്ക് ഏതാണ്ടൊക്കെ അറിയാം. എന്നെ പോലെ അറിവുള്ള വേറൊരാള് ഇപ്പൊ ഇവിടെ ഇല്ല. ചുമ്മാ ഇരുന്ന് പേർക്ക് ഞങ്ങളുടെ നാട്ടിലെ അങ്ങനെ വീർക്കുന്ന ഒരു ജീവിയുണ്ട്. നിങ്ങളുടെ ഇവിടെ ഉണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ പറയുന്ന ഭാഷ ചിലപ്പം വ്യത്യാസം കാണും. ഭാഷ വ്യത്യാസം വന്നാലും കാര്യം പറഞ്ഞാൽ മതി. കുട്ടത്തിമാക്കറി എന്നാ പറയുന്നത്. കുട്ടത്തി ഇവിടെ എന്നാന്ന് പറയുന്നത്? ഇവിടെ എന്നാ പറയുന്നത്? ഇവിടെ അങ്ങനെ
കണ്ടി ചുമ്മാ ഇരുന്ന് വീർക്കും. ഇത് പണ്ടൊക്കെ അരകല്ല് വെക്കുന്നതിൻ്റെ ആ കല്ലിനിടയിലും അവിടെയൊക്കെ ആയിരിക്കുന്നത്. ചുമ്മാ ഇരുന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വീർക്കും. നമ്മുടെ ഇടയിലും അങ്ങനെ വീർക്കുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം ഒന്നും പറയുകയില്ല, കൈ പഠിക്കുകയില്ല, ഇങ്ങനെ വീർത്തിരിക്കുക. നമുക്ക് കാണുമ്പോൾ അറിയാം അവൻ കുട്ടത്തിയാണ്. അപ്പൊ ചുമ്മാ ഇരുന്ന് വീർക്കരുത്. നമുക്കൊന്നും അറിയത്തില്ലെന്നുള്ളതാ പരമാർത്ഥം. ഞാൻ എൻ്റെ എളിയ അനുഭവത്തിൽ നിന്ന് പറയാം. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും പറയാം. ഈ വേദപുസ്തകം വായിക്കും തോറും, ധ്യാനിക്കും തോറും, പഠിക്കും തോറും എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ കർത്താവിനോട് സ്നേഹം കൂടുതലാ. അവനെ പറ്റി ഈ പറയുന്നതിൽ പിന്നെ ആർത്തിയാ. ഒന്ന്, നമുക്കൊന്നും അറിയത്തില്ലെന്നും ഓരോ ദിവസവും മനസ്സിലാക്കുമ്പോൾ അയ്യോ നമുക്ക് അറിയത്തില്ലല്ലോ, ഒന്നും അറിയത്തില്ല. രണ്ട്, നമ്മുടെ കർത്താവിനോട് സ്നേഹമാ എന്ന് പറഞ്ഞാൽ യാതൊരു യോഗ്യതയും ഗുണഗണങ്ങളും വിശേഷതയും യാതൊരു ശ്രേഷ്ഠതയും വരുന്ന എന്നെയും ഇത് പറയുവാനും ധ്യാനിക്കാനും വായിക്കാനും പഠിക്കാനും ഒക്കെ പ്രാപ്തനാക്കി തീർത്തല്ലോ നോർത്ത് അവൻ ഓർക്കുമ്പോൾ ഇന്ന് രാത്രി ഉള്ളം നന്ദി കൊണ്ട് നിറയുകയാണ്. സ്വർഗസുഖമനുവളവും അനുഭവമാകാൻ, സ്വർഗസുഖമനുവളവും അനുഭവമാകാൻ, യോഗ്യതയില്ലഗതിയനി കൽപ്പവുമോർഗിൽ, യോഗ്യതയില്ലഗതിയനി കൽപ്പവുമോർഗിൽ, ഭാഗ്യവശാൽ പാപിയാൻ ഞാൻ രക്ഷിതനായി, പാപശിക്ഷകൾ പോയി. ഭാഗ്യവശാൽ പാപിയാൻ ഞാൻ രക്ഷിതനായി, പാപശിക്ഷകൾ പോയി, പാപശിക്ഷകൾ പോയി. സ്വർഗസുഖമനുബലവും അനുഭവമാകാൻ, സ്വർഗസുഖമനുബലവും അനുഭവമാകാൻ, യോഗ്യതയില്ലഗതിയനി കൽപ്പവുമോർഗിൽ, ഭാഗ്യവശാൽ പാപിയാൻ ഞാൻ രക്ഷിതനായി, പാപശിക്ഷകൾ പോയി, പാപശിക്ഷകൾ പോയി. മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്നത്, ഓ മകാത്ഭുതമേ കാൽവരിയിൽ മകോന്നതൻ വഹിച്ചിടുന്നി ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടുന്നി ലോകത്തിൻ പാപം, മകോന്നതൻ വഹിച്ചിടുന്നി ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം, സർവലോകത്തിൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും, ഇത് കൺവെൻഷൻ ആ സുവിശേഷകമാ എന്നിരുന്നാലും ഒരു ആത്മീക കൂട്ടായ്മയാ. മസിൽ പിടിച്ചിരിക്കും. ഒന്നാണ് നമുക്കെല്ലാം ദീനമാണ്, ഒന്നല്ലെങ്കിൽ മറ്റൊരു ദീനം ഉണ്ട്. പിന്നെ മസിൽ പിടിച്ചു പോയാൽ വൈകിട്ട് ദീനം കൂടും. എന്നാൽ നീ യോഗത്തോട് യോജിച്ച് സ്നേഹിച്ച് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നീ ദീനമായിട്ട് വന്നെങ്കിൽ ദീനം മാറിയേ പോകും. ഇതാണ് വേദപുസ്തകത്തിലെ പ്രമാണം. ആട്ടെ, അപ്പോൾ ഒന്നാമത്തെ ആയത്തിൽ ഇരുട്ടിന്റെ അധികാരത്തെ വിടുവിച്ചു. രണ്ടാമത്തെ ആയത്തിൽ പറയുക ചീർക്കരുത്, ചീർക്കരുത്, വീർക്കരുത്. ചുമ്മാ ഇരുന്ന് വീർക്കരുത്. എനിക്ക് അതാണ്ടൊക്കെ അറിയാം, ഞാൻ വലിയ പുള്ളിയാ, ഞാൻ ഇവിടുത്തെ വൈസ്രോയ്യാ, ഞാൻ പാറായി തരകന്റെ കൊച്ചപ്പനാണെന്നും പറഞ്ഞിരിക്കരുത്. അതവിടെ അല്ല. ചിലരുടെ ഇരിപ്പ് കണ്ടാൽ നമുക്ക് പിന്നെ അങ്ങനെ തോന്നുക, അങ്ങ് തോന്നുക. അല്ല, ചില തോന്നുകല്ല, തോന്നിപ്പിക്കുമല്ലോ. നമുക്ക് തോന്നിയില്ലെങ്കിലും അവര് ഇരുന്നങ്ങ് തോന്നിപ്പിക്കുക. ചീർക്കരുത്. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലൊരു ശ്വാസമാണ്. എന്നെ കൊണ്ട് നിന്നെ കൊണ്ട് 5 കാശിന് ഭാഗം ഒക്കത്തില്ല. സ്തോത്രം. അങ്ങോട്ട് വിടുന്ന ശ്വാസം തിരിച്ചെടുത്തില്ല, തീർന്നില്ലേ? വളരെ സങ്കടത്തോടും ദുഃഖത്തോടും പറയാൻ കിഷോർ മാസ്റ്റർ കടന്നുപോയത്. ആ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും എല്ലാ നന്മകളാലും ദൈവം അവരെ നടക്കട്ടെ. ദൈവം അവർക്ക് ദോഷമൊന്നും വരുത്തുകയല്ല. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ശരിയായിക്കോണം. എൻ്റെ അറിവ് ശരിയെങ്കിൽ അവൻ ബാത്റൂമിൽ ഒന്ന് കയറി രക്ഷിക്കണം. ആള് കടന്നുപോയി. നീയും ഇന്ന് രാത്രി ബാത്റൂമിൽ കയറാനിരിക്കുക. മനസ്സിലായോ? അത് കയറുകയല്ലേ? ഈ യോഗം 9:30 വരെ വെച്ചാൽ ചാടിയകത്ത് കയറുമല്ലേ, പിന്നല്ലേ രാത്രിയിലെ കാര്യം. മനസ്സിലായോ? ഇതൊക്കെ കണ്ട് ഗുണപാഠം പഠിച്ചോണം. നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. വല്ലതുമുണ്ടെങ്കിൽ അവിടുത്തെ കൃപയാണ്.
കൃപയിൽ ശക്തിപ്പെട്, കൃപയിൽ ശക്തിപ്പെട്, ക്രിസ്തുവേശുവിന്റെ കൃപയിൽ ശക്തിപ്പെട്. അത് മുമ്പോട്ട് പോകുക. 1-ാം അധ്യായത്തിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ പിടിപ്പിച്ചു, 2-ാം അധ്യായത്തിൽ ചീർക്കരുത്. 3-ാം അധ്യായത്തിൽ പറയുക ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം കേട്ടോ. അത് ചിന്തിക്കണേ, അതേ ചിന്തിക്കാവോ. 3 വായിച്ചേ മോളെ, 3-ൽ നിന്ന് വായിര് പെട്ടെന്ന് വായിച്ചോ മോളെ. മോടെ പേരെന്നാ? അക്സാവായിര്. മോടെ പേരെന്നാ? കെപ്സീമ. മോടതോ? വായിക്കുമോ? എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ഇങ്ങോട്ട് നോക്കി, അത് അന്വേഷിക്കണം. പിന്നെ അടുത്തത് ഭൂമിയിലുള്ളതല്ല, ഇവിടുത്തതല്ല, പിന്നെ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അപ്പൊ അത് അന്വേഷിച്ച് അത് തന്നെ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ കുരുക്ക് ചിന്തിക്കരുതെന്ന്. കൺവെൻഷന് വന്നിരുന്നിട്ടും കുരുക്കാണ് അല്ലേ? എല്ലാവരുടെയും കാര്യമല്ല. ഇതെങ്ങനെ ഉഴപ്പാ, ഇത് നടത്താതെ എങ്ങനെ ഇരിക്കാം, സ്തോത്രം എന്ന് വെച്ച് പുള്ളിയെ ഒന്ന് ആക്ഷേപിക്കാം. വലിയ ആള് കളിച്ച് താൻ യോഗം വെച്ചതല്ലേ, ഇപ്പൊ എങ്ങനെ ഇല്ലേ? എന്നെ സൂക്ഷിച്ചു നോക്കുന്നേ. ഓക്കെ, എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും നിങ്ങൾ എന്നെ അല്ല ആക്ഷേപിക്കുന്നവർ കാണും, കുരുക്ക് ചിന്തിക്കും. നല്ല ചിന്തയോടിരിക്കണം. നിങ്ങൾ ഒന്ന് തന്നെ ചിന്തിക്കണം, ഒന്ന് തന്നെ പറയണം. അങ്ങനെ പുസ്തകത്തിലെ വാക്യം. ഈ യോഗം എല്ലാവരും യോജിച്ചാ നടത്തുന്നത്. പ്രസംഗിക്കാൻ മൈക്കെന്റെയിലുണ്ടെന്ന് നമ്മളെല്ലാം കൂടെ യോജിച്ചാ. നിങ്ങൾ ഇരുന്നില്ല, ഞാൻ ആരോട് പറയാനാ? 2 പേര് ഇരിക്കുന്നതുകൊണ്ടല്ലേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളു. നമ്മൾ ഒന്നിച്ചാ. അവരകത്തിരുന്ന് പാട്ടിന് താളം പക്കം വായിക്കുന്ന കൊണ്ട് എനിക്ക് പാടാൻ തോന്നുന്നുണ്ട്. അഥവാ ഞാൻ തെറ്റിച്ചാലും അവരത് മാനേജ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം കൂടെ ഒന്നിച്ചാ. ഓൺലൈനിൽ ചിലരുണ്ട്, 100 പേരില്ലേ മോനെ, 200 പേരുണ്ട്. 200 പേര് യോഗം വിജയമാ. 200 വെളിയിലുണ്ടെന്ന്. ഇനി ഇച്ചിരൂടെ കൂടത്തേ ഉള്ളു. യോഗം വിജയമാ. നീ ചിന്തിച്ച ആരും ഇല്ലെന്നല്ലേ? മഴയും പെയ്തു ഗുണമായില്ല, 200 വെളിയിലുണ്ടെന്ന്. ഇനി അഥവാ മഴ പെയ്ത് നിങ്ങളെല്ലാം പോയാലും ഞാൻ ഈ കുന്തമെടുത്ത് അവിടെ വെച്ച് ബാക്കി പറയുകയും ചെയ്യും. അതും നിങ്ങളെല്ലാം ഇനി ഓരോരുത്തരോട് എടുത്ത് കർത്താവ് അങ്ങനല്ലേ ഉപദേശം പറഞ്ഞ പൊഴിഞ്ഞു പോയില്ലേ? അപ്പൊ നിങ്ങൾ ഇനി അഥവാ ഇരിപ്പ് കണ്ടിട്ട് മിക്കാറും തീരുന്നതിന് മുന്നേ പോകാനുള്ള താല്പര്യത്തില്ല. ഇനി അങ്ങനെ പൊഴിഞ്ഞാലും പൊക്കോ ഞാൻ ഇതെടുത്ത് അവിടോട്ട് കൊച്ചനെ കൊണ്ട് വെപ്പിച്ചു ബാക്കി അവിടെ നിന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ പോകും. ഈ വീട്ടിലെ അച്ചായനേതാ? ഈ വീട്ടിൽ ആരേലും ഉണ്ടോ? അപ്പൊ ഇതാരാ ഇതിന്റെ ചുമതലക്കാരൻ? എന്നാ ഞാൻ ബാക്കി ഇവിടെ ഒന്ന് പറഞ്ഞോട്ടെ. അതിനാ പിന്നെ അത് മതി. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം പറയാ, ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അത് തന്നെ ചിന്തിക്കണം, അത് അന്വേഷിക്കണമെന്ന്. ആവശ്യമില്ലാത്ത ചിന്തകളും വിചാരങ്ങളും ഒന്നും അകത്ത് കയറരുത്. നാം ഒന്നിച്ച് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുക. ദൈവമക്കൾ ഒന്നിച്ച് ആർപ്പിട്ടപ്പോഴാണ് യെരിഹോ വിടിഞ്ഞത്. ദൈവമക്കൾ ഒന്നിച്ച് നിന്നാൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രി ദൈവം അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 3-ാം അധ്യായത്തിൽ ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ പറഞ്ഞു. ഓടിച്ചു പോകാം, നിന്ന് വിവരിക്കുന്നില്ല. വെള്ളം ഞാൻ കുടിക്കാം, എന്നെ വെള്ളം കുടിപ്പിക്കുകയാണല്ലോ. കുടിക്കാം. താങ്ക് യു, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, 3-ാം അധ്യായത്തിൽ ഉയരത്തുള്ളത്. 4-ാം അധ്യായത്തിന്റെ 5 നമ്മൾ വായിച്ചേ മോളെ. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നാളെ ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് ആർക്കറിയാം? നാളെ ഇങ്ങനെ കസേര ഇരിക്കുമെന്ന് ആർക്കറിയാം? നിൽക്കുന്ന നിപ്പിലാ താഴെ വീണ് പോകുന്നത് ഇല്ലേ? അതെന്ന് വണ്ടിയെ നമ്മളെല്ലാരും പോകും. ദൈവം സൂക്ഷിക്കുക. വല്ല ഉറപ്പുണ്ടോ? നമ്മൾ മര്യാദയ്ക്ക് പോയാലും പ്യായി പിടിച്ചവനാ കയറി വരുന്നത് അല്ലേ? ദൈവം സൂക്ഷിക്കുക. മനുജ നിദനമതു നിന്നയാതെ മനുജ, നിദനമതു നിന്നയാതെ മനുജ. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, പിരിയുമ്പോൾ അതിനല്ല ജനം പൊട്ടിച്ചാരം. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, പിരിയുമ്പോൾ അതിനല്ല ജനം പൊട്ടിച്ചാരം. ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ല, പരനെ വേഗം ശരണമാക്കി മരുവിടേണ്ട തരണിയിൽ, പരനെ വേഗം ശരണമാക്കി മരുവിടേണ്ട തരണിയിൽ. നീ മനുജ നിന്റെ ദാനമതു നിന്നയാതെ മനു
വയലിലെ കുസുമങ്ങൾ വിടരുന്നു കാലേ, വയലിലെ കുസുമങ്ങൾ വിടരുന്നു കാലേ, വിടരുന്നു അതിനിടം തലമുടിഞ്ഞാല്, സലോമോനും അറിയുവാൻ കഴിഞ്ഞില്ലതാ. പരനിവേഗം ചരണമാക്കി മരുവിടേണ്ട ധരണിയിൽ, പരനിവേഗം ചരണമാക്കി മരുവിടേണ്ട ധരണിയിൽ, മനുജ നിന്റെ ദാനമതു നിനയാതെ, മനുജ നിന്റെ ദാനമതു നിനയാതെ, മനുജ ദൈവത്തെ ശ്രദ്ധിക്കുക. ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തുള്ളത് ചിന്തിക്കണം, അന്വേഷിക്കണം, ധ്യാനിക്കണം. 3 4 അധ്യായത്തിൽ 5 നമ്മൾ വായിച്ചത് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അത് പറയുമ്പോൾ തന്നെ അവിടെ 3 കാര്യം എടുത്തൊന്ന് പറഞ്ഞു. ആ 6-ാമത്തെ വാക്യം മുതൽ 2-ാം വാക്യം മുതൽ 2, 3, 4, 5, 6 5 വാക്യത്തിൽ 3 കാര്യം എടുത്തു പറഞ്ഞു. ഒന്ന്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. 2-ാം വാക്യം വായിച്ചേ അക്ഷേ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, അത് അത്യാവശ്യമായ കാര്യം. 2-ാമത്തെ കാര്യം ആ സമയം തക്കത്തിൽ, അത് 5-ാം വാക്യം വായിച്ചേ. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇനി 3, സംസാരിക്കുമ്പം മര്യാദയ്ക്ക് സംസാരിക്കണം. അതാ എന്ന് പറഞ്ഞാൽ വിവരദോഷം വിളിച്ച് വിളമ്പരുത്. വർത്താനം പറയാൻ അറിയാൻ മേല. വായിച്ചേ 6-ാം വാക്യമായിട്ട് കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. വിശ്വാസിയും കേൾക്കണം, ഉപദേശിയും കേൾക്കണം, സെൻട്രൽ പാസ്റ്ററും കേൾക്കണം, പ്രസംഗിക്കാൻ വന്ന അനീഷ് കാവാലോ കേൾക്കണം, ഓൺലൈനിലുള്ളവന് കേൾക്കണം, എങ്ങനെ വർത്താനം പറയണമെന്ന് വായിച്ചു കൊടുക്കും. അക്സായി വായിച്ചു കൊണ്ട് കൊടുക്ക്, കേൾക്കട്ടെ. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയണം. സെൻട്രൽ പാസ്റ്ററോട് എങ്ങനെ സംസാരിക്കണം, സെക്രട്ടറിയോട് എങ്ങനെ സംസാരിക്കണം, ലോക്കൽ സഭാ ശുശ്രൂഷകനോട് എങ്ങനെ സംസാരിക്കണം, കൂട്ടുവിശ്വാസിയോട് എങ്ങനെ. ഇനി എന്ന് പഠിക്കാനാ? എഴുന്നേറ്റ് പോകും, മിക്കവാറും എഴുന്നേറ്റ് പോകും. പിന്നെ ഇത് മോൻ ഇത് കൊണ്ടുവരണം, അവര് പൊക്കോട്ടെ, ഞാനിത് കൂടെ പറഞ്ഞോളാം. സ്തോത്രം. ഒന്നുകൂടെ വായിച്ചോ, കേക്കട്ടെ മോളെ. മോളങ്ങോട്ട് വായിച്ചു കൊടുക്കും. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയണം. വയസ്സ് 65 കഴിഞ്ഞ് അറിയത്ത ബോധമില്ലെന്ന്. 45, 50, 65, 70 ഒക്കെ ആയി, ഇതുവരെ അറിയാൻ പറ്റി. ഇനി എന്ന് പഠിക്കാനാ? കുഴിക്കാലെ ചെല്ലുമ്പോഴോ? തെക്കേമലയ്ക്ക് അപ്പുറം അവിടെ അല്ലേ കുഴിക്കാല? വായിച്ചു, കൊച്ചു വായിച്ചു. അതൊന്നും കേട്ട് മോള് ഭാരപ്പെടണ്ട, വായിച്ചു കൊടുക്കും. നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതായിരിക്കണം. ദൈവമക്കളാണ്. ഒരു വിഷയം വരുമ്പോൾ, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ, ഒരു വിഷയം വരുമ്പോൾ ആത്മസംയമനം പ്രാപിച്ച് പ്രാഗൽഭ്യത്തോടും പരിജ്ഞാനത്തോടും ദൈവകൃപ ശരണപ്പെട്ട് വേണം. സ്തോത്രം. അധികം പറയുന്നില്ല, മുഖമെല്ലാം വല്ലാതാകുന്നു. മിക്കവാറും വന്ന അന്തരീക്ഷമായിരിക്കുകയല്ല. വായിച്ചു. ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. മിക്കവാറും ഉപ്പിനാൽ. പിന്നെ വായിച്ചു. എന്റെ അവസ്ഥയൊക്കെയും കർത്താവിൽ പ്രിയ സഹോദരൻ രുചി വരുത്തിയതായിരിക്കണം. ഞാൻ ഒന്നും പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. കേൾക്കുന്നവർക്ക് കൃപയുണ്ടാകണം. ചിലരെ വാ തുറന്നാൽ നമ്മൾ അന്നേരം എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനാ നോക്കുന്നത്. അയ്യോ, ഒന്നും കൂടെ വാ തുറക്കുക, പാടി നമുക്ക് പോയേക്കാം. എന്നാൽ ചിലരോട് സംസാരിച്ചാൽ നമുക്ക് പോകാൻ തോന്നുകയല്ല, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവര് പോകാണ്ടിരിക്കാനും പറയും, അവിടെ ഇരിക്കോട് അവിടെ ഇരിക്കേ. എന്തോ എന്നാൽ ചെല്ലു വാ തുറക്കുമ്പം പോയേക്കാം. കാരണം തുറക്കുന്നതെല്ലാം അങ്ങനത്തതാണ്. സ്തോത്രം. നമ്മുടെ മാതൃക യേശുവാണ്. അയ്യോ, അവിടുന്ന് 3 ദിവസമൊക്കെ ഇരുന്ന് നിരന്തരം പ്രസംഗിക്കുക, വചനം പഠിപ്പിക്കുക. ഇതുപോലത്തെ സെറ്റിംഗ് ഒന്നുമില്ല. എല്ലാവരും ഇങ്ങനെ ഏകാഗ്രതയോടിരിക്കുക. അതുകൊണ്ടാണ് കേൾക്കുന്നത്. ഇങ്ങനെ ഇരിക്കുക. വായിന്ന് വരുന്നതോ ലാവണ്യവാക്ക്. സ്തോത്രം. പോകാൻ മനസ്സില്ല. അവസാനം പിന്നെ ശിഷ്യന്മാരാ പറഞ്ഞത്, എല്ലാത്തിനെയും പറഞ്ഞു വിടും, ഇവിടെ ചായക്കടയൊന്നും ഇല്ല. അവരിങ്ങനെ എന്നും കേൾക്കുന്നതുകൊണ്ട് അവർക്ക് ഇതൊന്നും വലിയ പുത്തരിയല്ലേ. എന്ന് യേശുവിൻ്റെ കൂടല്ലേ, യേശുവിൻ്റെ കൂടാ. അവർക്കിതൊന്നും വിഷയമല്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ഇത് കഴിഞ്ഞ ആഴ്ച ഇതിലും വലിയ മെസ്സേജ് ആയിരുന്നു, അത് കേട്ടിരിക്കുക. ഇത് ചൂടെ കഴിഞ്ഞ മാസം
ഇവർ വലിയത് കേട്ടേച്ചിരിക്കുന്നതുകൊണ്ട് ഇവർക്കിതൊന്നും കേൾക്കുകയില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു വിട്ടേക്കാൻ. ദൈവത്തിന് മഹത്വം. പക്ഷേ കേൾക്കുന്നവർക്ക് പോകാൻ തോന്നുന്നില്ല. അവിടുന്ന് ലാവണ്യമാക്കാം. നമ്മുടെ വാക്കും അങ്ങനെ ആയിരിക്കണം. കേൾക്കുന്നവർ വരാകുകയും ഓടിക്കുകയും ചെയ്യരുത്. ലാവണ്യവാക്കായിരിക്കണം. ലാവണ്യവാക്ക് കേൾക്കുന്നവർക്ക് സന്തോഷമായിരിക്കണം. അവർക്ക് ചൈതന്യം ഉണ്ടാക്കണം. അവർ ബലപ്പെടണം. അവർ ധൈര്യപ്പെടണം. അവരെ ഉത്തേജിപ്പിക്കുന്ന ആത്മിക വചനങ്ങൾ പറയാം. സ്തോത്രം. അത് 3 കാര്യം അവിടെ എടുത്ത് പറയുന്നത്. എല്ലാം വിവരിക്കുന്നില്ല. അപ്പൊ ഒന്ന് പ്രാർത്ഥിക്കണം. രണ്ടാം വാക്യം ഒന്നുകൂടെ വായിച്ചേ മോളെ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം കേട്ടോ. അത്യാവശ്യമാണ്. കമ്മിറ്റി അല്ലാതെയും കൂടേണ്ട പ്രാർത്ഥനയാ. കൗൺസിൽ അല്ല വിഷയം, പ്രാർത്ഥനയാ. ആൾക്കാരെ കൂട്ടി കുരുക്കപ്പിക്കുകയല്ല, അത്യാവശ്യം പ്രാർത്ഥനയാ. അതാ പ്രാർത്ഥനയിൽ എല്ലാം വിവരിക്കുന്നില്ല. ആ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണമെന്ന് 4:2 പറയാം. ആരൊക്കെയാ പ്രാർത്ഥിക്കണ്ടേ? നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാ. എല്ലാവരും പ്രാർത്ഥിക്കും. ആരൊക്കെയാ പ്രാർത്ഥിക്കണ്ടേ? 6 ഗ്രൂപ്പുകാരെ വിളിച്ച് കാര്യം പറഞ്ഞാ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. 3-ാം അധ്യായത്തിന്റെ 18 ഭാര്യമാരെയും 3:19 ഭർത്താക്കന്മാരെയും, പിന്നെ 3:19, 3:20, 3:21, 22, 4:1 വായിച്ചേ മോളെ. 3:18 ഭാര്യമാര് 3:19 ഭർത്താക്കന്മാര് 3:20 മക്കള് 3:21 പിതാക്കന്മാര് 3:22 ദാസന്മാര് 4:1 യജമാനന്മാര് 6 ഗ്രൂപ്പുകാരെ വിളിച്ചു. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. കുനിഞ്ഞു കിടന്ന് ഞാറ് നട്ടാ ഞാൻ ആരോട് പറയാൻ? എന്നെ നോക്ക അമ്മ, എന്നെ നോക്ക. കാണാനൊന്നും കൊള്ളുകയില്ല. തള്ള പറഞ്ഞ പോലെ കറുത്തൊക്കെ ആയിരിക്കുന്നു. അവർക്ക് അന്നെ ഇഷ്ടമല്ല ഇല്ലേ? ഞാൻ പിന്നെ മോഹിനിയാട്ടത്തിന് പോകുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും എന്നെ നോക്ക. അപ്പൊ ശ്രദ്ധിക്കുക. 6 ഗ്രൂപ്പുകാരെ വിളിച്ച്. 6 ഗ്രൂപ്പുകാരെ. ആദ്യം ഭാര്യ, പിന്നെ ഭർത്താവ്, പിന്നെ മക്കള്, പിന്നെ പിതാക്കന്മാർ, പിന്നെ ദാസൻ, പിന്നെ യജമാനൻ. 6 ഗ്രൂപ്പുകാരെ വിളിച്ച് അവർക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തേച്ച 4:2 പറഞ്ഞ പ്രാർത്ഥിക്കണം. ആര്? ഈ 6 ഗ്രൂപ്പിൽപ്പെട്ടവരും പ്രാർത്ഥിക്കണം. ഭാര്യയും പ്രാർത്ഥിക്കണം, ഭർത്താവും പ്രാർത്ഥിക്കണം, മക്കളും പ്രാർത്ഥിക്കണം, പിതാക്കന്മാരും പ്രാർത്ഥിക്കണം, ദാസനും പ്രാർത്ഥിക്കണം, യജമാനനും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയെല്ലാം കൂടെ 3-4 പേർക്ക് പകത്ത് കൊടുത്തേച്ച് നീ ഉമ്മ കിളിമാസ് കളിക്കാൻ നടക്കരുതെന്നാ പറഞ്ഞത്. ഇപ്പൊ അങ്ങനെ നമ്മുടെ സഭകളിലൊക്കെ എങ്ങനെയാ? അത് പ്രാർത്ഥനാ ഗ്രൂപ്പാ. എഴുതി കൊടുത്താൽ മതി. അവർക്ക് കാശുമൊക്കെ കൊടുത്ത് ഉച്ചയ്ക്ക് ശാപ്പാടും ഒക്കെ കൊടുത്ത് അവരെ ഇങ്ങനെ ഉടമ്പടിക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി. നമുക്ക് വേറെ പണിയുണ്ട്. എല്ലാരും പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. സകല ആൾക്കാരും പ്രാർത്ഥിക്കണം. അല്ലാത്ത കാലത്തിലും അന്തരീക്ഷത്തിലും ഞാനും നിങ്ങൾ വന്നുപെട്ടിരിക്കുന്നത്, ഇനി പോകാൻ പോകുന്നത് ഇതിന്റെ നടുവിൽ വിടുതലും ജയവും പ്രാർത്ഥിക്കുന്നവർക്കാ. പൗലോസ് പറഞ്ഞ സകല പ്രാർത്ഥനയാലും യാചനയാലും വേറെ നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും യാചരിച്ചും വിശ്വാസത്തിന്റെ പരിധിക്കെടുത്തും ആത്മാവിന്റെ വാളാകുന്ന വചനമെടുത്തും രക്ഷകന്റെ ശിരസ്ത്രം പേറി സമാധാന സുവിശേഷ കാലിന് ചെരുപ്പാക്കി ആമേൻ ശക്തിയോടെ പ്രാർത്ഥനയിൽ പോരാടണം. ഞാന് വിശദീകരിച്ചൊന്നും ആ ഭാഗം സമയം 9 പറയണം. നിർത്താനല്ല, വേറെ ചില കാര്യം പറയാനാണ്. 9 നിർത്തുകയല്ല, 9 നിർത്തുകയല്ല, വേറെ റൂട്ട് മാറും. അതിന് 9 വരിക റൂട്ടിൽ നിൽക്കും. 9 കഴിഞ്ഞ് വേറെ റൂട്ടിലോട്ട് വരാൻ. അപ്പൊ ശ്രദ്ധിക്കുക. പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നിട്ട് 5-ാമത്തെ വാക്യത്തിൽ മറ്റു കാര്യങ്ങളെല്ലാം അങ്ങ് വിടുക. 5-ാം വാക്യത്തിൽ പറയാം. ഒന്നുകൂടെ വായിച്ചോ മോളെ. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാനരായ ശ്രോതാക്കളോട് പറയട്ടെ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് രക്ഷാദിവസമാ. ഇത് സുപ്രസാദ കാലമാ. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ വിളിക്കുന്നു. യേശു നിന്നെ ഇഷ്ടപ്പെടുന്നു. യേശുവിന് ഇന്ന് രാത്രി ഹൃദയം കൊടുക്ക്. യേശു നിന്നെ രക്ഷിക്കും. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സമയം നഷ്ടപ്പെടുത്തരുത്. ഞാൻ വളരെ ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ കഴിവിൻ്റെ പരമാവധി എൻ്റെ സമയം വെറുതെ കളയത്തില്ല. നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ. വെറുതെ കളയത്തില്ല. കാരണം പിന്നെ നമുക്ക് ഈ പോയ സമയം കിട്ടുകയില്ല. അന്നേരം ദുഃഖിക്കരുത്. സ്തോത്രം. ഞാൻ എൻ്റെ സമയം പോകുന്നത് എൻ്റെ ഉറങ്ങുന്ന ഒരു 4 മണിക്കൂറേ ഉള്ളൂ. 4 മണിക്കൂറേ ഉള്ളൂ ഉറക്കം. അത്രേ ഉള്ളൂ. നാളെ കാലം പറഞ്ഞ് വട്ട് വരുമെന്ന്. കാരണം വട്ടാകാൻ പിന്നെ നിനക്ക് വട്ട് വരാതിരുന്നാൽ മതി. സ്തോത്രം. അല്ല, ഡോക്ടർമാരങ്ങനെ പറഞ്ഞിട്ട് അവർ പഠിച്ചത് പറയട്ടെ. സകല ഡോക്ടറെ നിയന്ത്രിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. സ്തോത്രം.
കൂടുതൽ ഉറങ്ങുന്നതിന് ഞാൻ എതിരല്ല, എനിക്ക് സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. കിട്ടുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഉറങ്ങായിരുന്നു. വേണ്ട, നിങ്ങൾ ഇത് മട്ട തന്നെ അല്ല, ഇങ്ങനെയൊന്നും സംസാരിക്കുകയല്ല. മട്ട അതിൻ്റെ ആരംഭമാണെന്നാ ഇപ്പൊ ചെല്ലം അങ്ങനെ എന്തൊക്കെയാ ചെറിയ ഉണ്ട്. നാളെ അടുത്ത് പറഞ്ഞു ഇത് ചെറിയ പിരി ഇളകിയിട്ടുണ്ടെന്ന് ഒരേ അഭിപ്രായങ്ങളാണ്. അല്ല, പുസ്തകത്തിൽ വാക്യം അങ്ങനെ എനിക്കൊക്കെ സങ്കടമില്ല. ഭ്രാന്തനാന്ന് വാക്യം ഉണ്ടല്ലോ, ഉണ്ട് അങ്ങനെ വാക്യമുണ്ട്. ഭ്രാന്തനാന്നുണ്ട്. ആരുടെ കാര്യമാണെന്നൊക്കെ പുസ്തകം അറിയാവുന്നവർക്കറിയാം. ദൈവത്തിന് മകത്വം. ഒരുത്തം വന്നപ്പോൾ പറഞ്ഞു അത് കണ്ടിട്ട് നിമിഷയുടെ മകൻ ഏകൂത്ത് കളിക്കുന്നെന്ന്. അപ്പൊ അച്ഛൻ എങ്ങനെ മനസ്സിലായി? ഭ്രാന്തം വരുമ്പോലാ വരുന്നത്. ഇവിടെ ഭ്രാന്തം വരുമ്പോൾ അവൻ വരുന്നത്. ഇതൊരു ഭ്രാന്ത് തന്നെ. സ്തോത്രം, ഇതൊരു ഭ്രാന്താ. സ്തോത്രം. ചിലർക്ക് തോന്നും ഭ്രാന്താണ്, ഇത് ഭ്രാന്ത് തന്നെയാ. ഇത് ആത്മീയ ഭ്രാന്താണ്. ദൈവത്തിന് മഹത്വം. ആട്ടെ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എപ്പോഴും സമയം കിട്ടിയെന്ന് വരത്തില്ല. പൗലോസ് വേറൊരു ഭാഗത്ത് പറഞ്ഞല്ലോ, എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15 മുതൽ താഴോട്ട് വായിച്ചേ മോളെ. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 15 മുതൽ താഴോട്ട്. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി തന്നെ നടക്കുവാൻ നോക്കുവിൻ. ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്നെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവനെ എല്ലാത്തിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. അവിടെയും എടുത്തു പറയുക ആ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ. നാളെ നമുക്ക് കിട്ടുമെന്ന് എങ്ങനെ അറിഞ്ഞു? സ്തോത്രം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞങ്ങ് നിർത്താം. നിങ്ങളിപ്പോ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു പുറത്ത് ഇന്ന് മിക്കവാറും പോയി പറ്റുണ്ടാകുമെന്ന് തോന്നുന്നില്ല. തന്നെ എഴുന്നേറ്റ് പോകാനൊക്കെ ഇതില്ല, ബോധമുള്ളവനല്ല. വല്ലോ മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞാൽ നാട്ടുകാരോട് അയാൾക്ക് കാശിന് വിവരമുള്ളവനും ബോധമുള്ളവനല്ല. അതുകൊണ്ട് ദൈവം എഴുന്നേറ്റ് പോകാനും ഒക്കത്തില്ല. സ്തോത്രം. ഇന്ന് ഇച്ചിരി ബോധത്തോടെ ഞാൻ പറയാം, കേക്ക്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് പറഞ്ഞ സമയം ഒക്കെ എനിക്കറിയാം. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇനി ദൈവമക്കൾക്ക് കുറച്ചുകൂടെ ഗ്രഹിക്കുന്ന നിലയിൽ ചില കാര്യങ്ങൾ പറയാം. ദൈവത്തിന് മഹത്വം. കൂടുതൽ ഇവിടെ ഇരിക്കുന്നവരും ദൈവമക്കളാണല്ലോ. ദൈവത്തിന് മഹത്വം. തക്കത്തിൽ സമയം ഉപയോഗിക്കണം. അതിനൊന്ന് രണ്ട് തെളിവ് വചനത്തിൽ നിന്ന് തരാം. വചനത്തിൽ നിന്ന് യേശു ബഥാനിയിലെ ഭവനത്തിൽ വന്നു. മാർത്ത, മറിയ, ആങ്ങള ലാസർ കൂടെ കൂടെ കർത്താവ് ഈ ഭവനത്തിൽ വരും. യെരൂശലേമിലേക്ക് പോകുമ്പോൾ ഈ ഭവനം ആ വഴി ആയതുകൊണ്ട് അവിടെ തങ്ങുക പതിവ. കർത്താവ് അങ്ങനെ ചില ഭവനത്തിലൊക്കെ തങ്ങും. അതിലൊരു ഭവനമാണ് ബഥാനിയിലെ ഈ ഭവനം. 3 പേരാ എടുത്തു പറയുന്നത്. മാർത്തയും മറിയയും ആങ്ങള ലാസർ. അപ്പൻ്റെ അമ്മയുടെയും കാര്യം പറഞ്ഞിട്ടില്ല. വേറെ പഠിതാക്കളിൽ ചിലര് അഭിപ്രായപ്പെടുന്നത് ഇവരുടെ അപ്പനായിരുന്നു കുഷ്ഠരോഗിയായ ശിമോൻ ആയിരുന്നെന്ന ഒരു വാദം. ആയിക്കോട്ടെ. എന്തായാലും കൊള്ള, യേശു ഈ ഭവനത്തിൽ കൂടെ കൂടെ വന്ന് വിശ്രമിക്കും, ശുശ്രൂഷകൾ ചെയ്യും. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ബൈബിൾ ക്ലാസ് ഒക്കെ യേശു എടുക്കും. അപ്പം മറിയാമ്മ തൊട്ട് പാതപിടത്തിലുണ്ട് ബൈബിൾ ക്ലാസ് കേൾക്കാൻ. പോയിന്റ് എല്ലാം മറിയാമ്മ കുറിക്കുന്നുണ്ട്. എല്ലാം നല്ല ക്ലാസ്സുമാണ് യേശുവിൻ്റെ. മാർത്ത ശുശ്രൂഷ ചെയ്തെന്ന സ്റ്റേജിൽ കയറി പ്രസംഗിച്ചെന്നല്ല, അടുക്കളയിൽ പെരുമാറിയെന്ന്. അടുക്കളയിൽ പെരുമാറുന്ന ശുശ്രൂഷയാണ്. ചില പെണ്ണുങ്ങൾ ധരിക്കുന്ന അടുക്കളയിൽ പെരുമാറുന്നത് പോലെ ശാപം പിടിച്ചൊരു ഇന്നാളൊരുത്തി പറഞ്ഞു, ഈ മുടിഞ്ഞ വീട്ടിൽ വന്നതാ ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ. അങ്ങനെയുണ്ട്. ഞാൻ ബഹുമാന്യ മാതാക്കളോടും സഹോദരിമാരോടും പറയാം, അടുക്കളയിൽ പെരുമാറുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. അതെ സ്റ്റേജിൽ കയറി തകർത്തടിച്ച് പോകുന്നത് എതിർക്കുന്നില്ല, അതും ശുശ്രൂഷയാണ്. പക്ഷെ അതിലും കുറച്ചുകൂടെ നല്ലത് അടുക്കളയിൽ. അതെ. അതുകൊണ്ട് എനിക്ക് ശുശ്രൂഷ ഇല്ലെന്നൊന്നും പറഞ്ഞ ആരും പക്ഷേ എനിക്ക് ശുശ്രൂഷയും പ്രോഗ്രാമും ഇല്ല. നിനക്ക് അടുക്കളയിൽ എന്തെല്ലാം പ്രോഗ്രാമുണ്ട് ഇല്ലേ? ഉള്ളി പൊളിക്കുന്ന ഒരു പ്രോഗ്രാമില്ലേ അല്ലേ? അതിൻ്റെ രണ്ടറ്റവും കണ്ടിച്ച് വൃത്തിയായിട്ട് പൊളിച്ചു വെക്കുന്നത് ഒരു പറയാമേ ഉള്ളി പൊളിക്കുകയല്ലേ? പിന്നെ അതൊരു ശുശ്രൂഷയാണ്. ഭക്ഷണം നന്നായിട്ട് പാകപ്പെടുത്തി ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും അതിഥികളുണ്ടെങ്കിൽ അവർക്കും കൊടുക്കുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. അല്ലാതെ അടുക്കളയിൽ കിടന്ന് പ്രാഗി ആലിക്കുകയും ചെയ്യരുത്. കാലം തല്ലി പൊട്ടിച്ച് തവിയെടുത്തൊരൊറ്റയാടി ഭിത്തിക്കെട്ടടിച്ച് ഫ്രിഡ്ജ് വലിച്ചു തുറന്ന ചൊറ്റയാടാ. സ്തോത്രം. കാപ്പിക്കല്ലും എടുത്ത് ഊരോട്ടെറിഞ്ഞു. എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. അതൊരു ശുശ്രൂഷയാ കേട്ടോ, ശുശ്രൂഷയാ. മാർത്തയ്ക്ക് ആ ശുശ്രൂഷയായിരുന്നു.
ദൈവദാസന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, ദൈവമക്കൾക്ക് കൊടുക്കുന്നത്, അതിഥികൾ ഒക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഉള്ളതിന്റെ സാഹചര്യം അനുസരിച്ച് അവരെ ശുശ്രൂഷിക്കുന്നത് ഒരു വലിയ ശുശ്രൂഷയാണ്. എന്നിട്ട് പ്രാഗൊന്നും ചെയ്യരുത്. കറി കരിയുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ സ്തോത്രം പറയണം. അല്ലാതെ അലക്കുകയും പ്രാഗയും മുടിഞ്ഞ വീട്ടിൽ വന്നതാ എനിക്ക് കുത്തിയിരിക്കാൻ നേരം ഇല്ല, കയ്യും മുറിയും, കരിയത്തുമില്ല ഷുഗർ ഉണ്ടെങ്കിൽ. മനസ്സിലാകുന്നുണ്ടോ? അതോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? ഒരു ശുശ്രൂഷയാണ്. എന്തായാലും മാർത്ത അങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുക. മറിയ ഗുരുവിന്റെ പാദപീഠത്തിൽ ഇരിപ്പുണ്ട്. ലാസർ പ്രാരംഭത്തിലൊന്നും യോഗത്തിന് ഇരിക്കുകയല്ലായിരുന്നെന്ന്. അതിന് കാരണമുണ്ട്. പുള്ളിക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നെന്നൊക്കെയാ പറയുന്നത്. ന്യായപ്രമാണമൊക്കെ പകർത്തി എടുത്തും. എന്തുവാ നിങ്ങൾ രണ്ടുപേരും പറയുന്നത്? പ്രസംഗം തെറ്റിയെന്നാണോ? ലാസ്റ്റ് തമ്പിച്ചായം പ്രാർത്ഥിച്ച് നിർത്തുമെന്നാ പറഞ്ഞത്. അതങ്ങനെ ഒക്കൂ, അത് മതി. ചാനത് കഴിഞ്ഞേ പോകൂ. ദൈവത്തിന് മകൻ അല്ല, എനിക്ക് നിർബന്ധമാണ്. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്കത് അറിയണം എന്നാണ്. ഞാൻ ചോദിക്കും. ചിലക്ക് ഇഷ്ടപ്പെടുകയല്ല. കാരണം ചിലപ്പോൾ ഇനി നിർത്തണമെന്നാണോ, അയാൾ വെടലത്തരം പറയാ, ഇരിക്കാൻ പറ എന്നാണെങ്കിൽ എന്തിനാ വലിച്ചിരുത്തുന്ന, ഞാനെങ്കിൽ ഇരുന്നാ പോരെ. അതിനായി ചോദിക്കുന്നത്. പ്രസംഗം കൊള്ളുകയില്ല, മോശമായി പോയി, അന്തരീക്ഷമില്ല എന്നൊക്കെ പറഞ്ഞ് കുഴക്കുകയാണെങ്കിൽ ജിബായിലൊന്ന് വലിച്ചോ, എന്തിനാ അങ്ങനെ വലിക്കുന്ന, ഞാനങ്ങ് ഇരിക്കുമല്ലോ. അതിനായി ചോദിക്കുന്നത്. ദൈവത്തിന്റെ മകൻ. അപ്പൊ ശ്രദ്ധിക്കുക, മാർത്ത അടുക്കളയിൽ ശുശ്രൂഷകൾ ചെയ്യുകയാ. മറിയ ഗുരുവിന്റെ തൃപ്പാനത്തിൽ ഇരിക്കുന്നുണ്ട്. ലാസറിന് ഒരു ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ന്യായപ്രമാണമൊക്കെ പകർത്തി എഴുതാൻ പുള്ളി സഹായിക്കുമെന്ന തുച്ഛമായ വരുമാനം കിട്ടും. അത് ഈ സഹോദരിമാരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. അവര് ഡർബാർ അടിക്കത്തില്ല. അവരത് യേശുവും ശിഷ്യന്മാരും വരുമ്പോൾ വിനിയോഗിക്കും. ഇതൊക്കെ ദൈവം കാണുന്നുണ്ട്. നിന്റെ സാഹചര്യത്തിൽ നീ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ചുമല് കൊടുത്താൽ അതറിയുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന് മഹത്വം. അങ്ങനെ യേശു ഈ ഭവനത്തിൽ പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് വന്നു. അപ്പൊ ഇതിനിടയ്ക്ക് ലാസർ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തു. ഒടുവിൽ ലാസർ പന്തിക്കിരുന്നെന്നാ 12 വായിക്കുന്നത്. 11 ഒന്നും പുള്ളിയെ പന്തിക്കും കണ്ടില്ല, പെരക്കാത്തും കണ്ടില്ല. പുള്ളി ഇങ്ങനെ ജോലിയും തിരക്ക്, എപ്പോഴും തിരക്കാ. ലാസർ ബിസിയാ. ലാസർ ഭയങ്കര, ഇപ്പൊ നമ്മളെല്ലാം ബിസിയല്ലേ, ഭയങ്കര ബിസിയാ. ബിസിയുള്ളവരെല്ലാം ഒന്ന് കേട്ടോണം. എന്ത് സിസ്റ്റർ ലാസർ, അവന് ബിസിയല്ലോ, അവനെ ഇന്ന് അവിടെ നിലത്ത് നിൽക്കാൻ അവന് നേരമില്ല. അന്നേരം 4 ദിവസം കല്ലറയ്ക്കകത്ത്. ഇപ്പൊ ഈ നേരമുണ്ടല്ലോ ഇല്ലേ? അയ്യോ, ഭയങ്കര ബിസിയായിരുന്നു. നമ്മൾ ഞാൻ പറഞ്ഞു ഇച്ചിരി ബിസി കുറച്ച് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. തണുത്ത് വിറങ്ങലിച്ച് ഇപ്പം നാറ്റവുമായി. മനസ്സിലായോ? ഇപ്പം ഒത്തിരി ബിസി ആയാൽ നിന്നെ നാറ്റമാകും. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു. അവൻ ഉരകിയ ദൈവശബ്ദം ഇന്ന് നിന്നിൽ മുഴങ്ങിടട്ടെ. ലാസർ മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു. അവൻ ഉരകിയ ദൈവശബ്ദം ഇന്നു നിന്നിൽ മുഴങ്ങിടട്ടെ. കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. മരണബന്ധനങ്ങളെ വിട്ടുപോരുവീൻ, മരണബന്ധനങ്ങളെ വിട്ടുപോരുവീൻ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ. മഹത്വരാജന നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവേ. മഹത്വരചന നിന്നിലേക്കുന്നവൻ എഴുന്നള്ളിടട്ടെ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർ കൈമാര കുരിശ് മരിച്ചുവല്ലോ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർ കൈമാര കുരിശിൽ മരിച്ചുവല്ലോ. നിൻവിലയേകുവാൻ, വീണ്ടെടുക്കുവാൻ, നിൻവിലയേകുവാൻ ജീവരക്തം ഏകനായി ചൊരിഞ്ഞുവല്ലോ. ജീവരക്തം ഏകനായി ചൊരിഞ്ഞുവല്ലോ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൽ. മഹത്വരാജന നിന്നിലേക്കുന്നവൻ
എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുമേ. മഹത്വരാജന പിന്നിലേക്ക് എഴുന്നള്ളിയിടട്ടെ. കർത്താവിന് മഹത്വം കൊടുക്ക. അപ്പൊ ഇപ്പൊ തന്നെ ലാസർ പന്തിക്ക് ഇരിപ്പുണ്ട്. പന്തിക്ക് നേരത്തെ ബിസി ആയിരുന്നു. നാറ്റം വെച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ പുള്ളിക്ക് സമയം ഇപ്പൊ കിട്ടും. ചിലതിന് നാറ്റം വെച്ചാലേ സമയം കിട്ടൂ. അങ്ങനെ സ്തോത്രം. നല്ല കെട്ടായിരുന്നു. ചിലതിന് നല്ലതുപോലെ കെട്ടിയെങ്കിലേ സമയം നല്ലത്. ചില കണ്ടിട്ടില്ലേ, നല്ലതുപോലെ കെട്ടിക്കഴിയുമ്പോൾ ഇഷ്ടം പോലെ സമയമുണ്ട്. മുടിരാത്രി പ്രാർത്ഥന വേണേ, വിഷയമുണ്ട്. ഫാസ്റ്റിംഗ് പ്രയർ വേണേ, വിഷയങ്ങളാണ്. നേരത്തെ ഭയങ്കര അച്ഛൻ കാണൂ, ഞാനുണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല. 3 ദിവസവും 3 ദിവസവും അല്ല, അച്ഛൻ നേരത്തെ ബിസി ആയിരുന്നു. എല്ലാം പോയി. ഞാനുണ്ട്, 3 ദിവസം ഉണ്ട്, എങ്ങും പോകുന്നില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ മഹത്വം. സമയം തക്കത്തിൽ ഉപയോഗിച്ചോണ്ട് എന്തായാലും കൊള്ളാം. പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് യേശു ഇവിടെ വന്നു. അന്നേരം ഭയങ്കര ബിസിയായ ലാസർ പന്തിക്കിരിക്കുന്നുണ്ട്. വായിച്ചേ മോളെ, 12:1 മുതൽ വായിര്. യോഹന്നാന്റെ സുവിശേഷം 12:1 മുതൽ വായിര്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുൻപേ വന്നു. 6 ദിവസം മുമ്പ് വന്നു. അവിടെ അവർ അവനൊരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. മാർത്ത ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ലാസറോ അവനോടുകൂടെ പന്തിയിൽ ഇരിക്കുന്നവരിൽ ഒരുവനായിരുന്നു. ബിസി ആയില്ലല്ലോ, ഇരിപ്പുണ്ട്, പന്തിയിൽ ഇരിപ്പുണ്ട്. പന്തിയിൽ പലരുണ്ട്, അതിലൊരുത്തൻ ലാസറായി. പുള്ളിക്ക് പോകുന്നില്ല. സഭായത്തിന് പോലും ചെല്ലങ്ങനെ ഇരിക്കാൻ ബിസിയാ. പിന്നെ സഭായത്തിന് ഇരിക്കുമ്പോൾ തന്നെ മൊബൈലുമായിട്ട് ചാടുകല്ലേ കൂടെ. ചെമ്മീൻ ചാടും പോലെ ഇവൻ ചാടുക. പാസ്റ്റർമാർക്ക് പറയാനും ഒക്കത്തില്ല. പറഞ്ഞോണ്ട് ഇവൻ അങ്ങ് ഇളകും. ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങളുടെ അവിടെ ചർച്ചിലെ ഇവിടെയും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയും, ഒരാളാണെങ്കിൽ എവിടെ പോകാന്ന് ചോദിക്കും. മെമ്പരിക്കാൻ തോന്നുമ്പം പോകുന്ന സ്ഥലമല്ല. ചോദിക്കും, ഏത് പൊന്നുമോനാന്നേ ചോദിക്കും. എന്തുവാ 2 പേരും പുറകോട്ട് നോക്കുന്നത്? എന്നാ പറ്റി? ഇത്രയും തന്നെ കേട്ട് അത് തന്നെ വലിയ കാര്യം. ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. ഇത് തന്നെ കേൾപ്പിക്കാൻ പറ്റിയ പാട്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇപ്പൊ ലാസർ പന്തിക്കിരിക്കുക. പന്തിക്ക് ബിസിയൊന്നും ഇല്ല. മാർത്ത ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്ത വാക്യം വായിക്കും മോളെ. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി. ഈ വീട്ടിൽ ഇപ്പൊ എന്ത് നല്ല അന്തരീക്ഷമാ. മാർത്ത ശുശ്രൂഷ ചെയ്യുന്നു. മറിയ ഒരു റാത്തലെ സ്വച്ഛ ജഡമാംസി തൈലം മാർത്ത ശുശ്രൂഷിക്കുകയും ചെയ്യും. എല്ലാവരും ഉണ്ട്. ഇപ്പം വീട്ടിലല്ല. നേരത്തെ ലാസറിനെ കാണാനില്ല. ഇപ്പം യോഗത്തിനുണ്ട്. യോഗത്തിന് പുള്ളി ഫുൾ ടൈം യോഗത്തിൽ ഇപ്പൊ ഇരിക്കുക. ദൈവം അങ്ങ് ഇരുത്തി. ഒത്തിരി ബിസിയുള്ളവരെ ദൈവം ഒന്ന് ഇരുത്തും. യോഗത്തിന് വരാൻ സഭായത്തിന് ഇടയ്ക്ക് അങ്ങ് പോകും. താമസിച്ചേ വരുവുള്ളൂ. ആശീർവാദത്തിന് മുന്നേ പോവുകയും ചെയ്യും. അതിനിടയ്ക്ക് ഒരു 30 പ്രാവശ്യം മൊബൈലിൽ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് പറയും, യോഗം നടക്കുകയാണ്. ഏന് നാടാ കാട്ടിക്കൂട്ടുന്നത്. ഞാൻ പറഞ്ഞ റോയ് പാസ്റ്റർക്ക് മനസ്സിലാകുന്നുണ്ടോ? മതി, ഒരാളെങ്കിലും മനസ്സിലായാൽ മതി. സ്തോത്രം. ഞാൻ പ്രാഗൽഭ്യത്തോടൊരു കാര്യം പറയാം. സഭായത്തിന് കയറിയ മൊബൈൽ തൊടുകയല്ല ഞാൻ. ഇന്ത്യൻ പ്രസിഡന്റ് വിളിച്ചാൽ എടുക്കുകയല്ല. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി വിളിച്ചാൽ പറയും സഭായം കഴിഞ്ഞു വിളിക്കാൻ പറയും. സുപ്രീം കോടതി ജഡ്ജി വിളിച്ചാൽ പറയും ഞാൻ സഭായത്തിന്റെ കഴിഞ്ഞു വിടാൻ പറയും. പടുതി പോകുകയാണെങ്കിൽ പൊക്കോട്ടെ. എന്നാ നീ അതിലും വലിയ പൊന്നുമോനൊന്നും അല്ലല്ലോ. 2 മണിക്കൂർ 2.5 മണിക്കൂർ 3 മണിക്കൂർ കോൾ എടുക്കണ്ട. വരുന്ന അങ്ങ് വരട്ടെ. ഇടയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചെല്ലു പിന്നെ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു. ദൈവത്തിന് മഹത്വം. ലാസർ പന്തിക്കിരിപ്പുണ്ട്. ഈ സന്ദർഭത്തിൽ മറിയം ആ സഹോദരി ഒന്നുകൂടെ വായിച്ച മോളെ. മറിയ അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് മറിയ മുടിയൊന്നും മട്ടം കണ്ടിച്ചതല്ലെന്നാ തോന്നുന്നു. അമ്മച്ചി ഒരു 10:30 കഴിഞ്ഞ് വിളിക്കാൻ പറ. 10:30 കഴിഞ്ഞ് 10:30 വരെ യോഗമുണ്ട്.
10:30 ഇനിയും കോള് വരും. അത് പറഞ്ഞില്ലേ ഇനിയും വരും. പറഞ്ഞു അത് ഞാൻ അനുവദിച്ചു തന്നിരിക്കാം. 10:30 കഴിഞ്ഞ് വിളിക്കാൻ പറ. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ സന്ദർഭത്തിൽ മറിയ സ്വച്ഛജടമാംസ തൈലമെടുത്ത് യേശുവിന്റെ കാലിൽ കൊണ്ട് പൂശി തലമുടി കൊണ്ട് തുടച്ചു. അപ്പൊ യൂദ അവിടെ ഇരിപ്പുണ്ട്. ഏത് യൂദ? മോളെ, തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുക്കാനുള്ള യൂദ ഇസ്കരിയോത്താവ്. യൂദ 12 ഒരുത്തനാ. 12 ഒരുത്തനാം യൂദൻ വരുന്നു തന്തയെ കാണിച്ചു കൊടുപ്പാൻ. 12 ഒരുത്തനാം യൂദൻ വരുന്നു തന്തയെ കാണിച്ചു കൊടുപ്പാൻ. ഒരുത്തനാം യൂദൻ വരുന്നു തന്തയെ കാണിച്ചു കൊടുപ്പാൻ. ആ കഷ്ടം തന്തയെ കാണിച്ചു കൊടുപ്പാൻ. ശ്രദ്ധിക്കുക, പാടാൻ നേരമില്ല, സമയമൊക്കെ പോകുന്നത് കൊണ്ടാ. ദൈവത്തിന്റെ മഹത്വം. ഏതായാലും യൂദായി ഉണ്ടായിരുന്നു, ഇസ്കറിയോത്ത. അപ്പൊ അവനെ കാണിച്ചു കൊടുപ്പായിരുന്ന യൂദ. വായിരുമോളെ, ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്തെന്ന് പറഞ്ഞു. അയ്യോ, അവന് എന്റെ ചിന്തയാ സിയക്കാരനാന്നാ തോന്നുന്നത്. മണമടിച്ചപ്പോളെ കണക്ക് കൂട്ടി. മണമടിച്ചപ്പം അങ്ങനെ ഉണ്ട്. നമ്മൾ ചെല്ലു പറയല്ലേ, മറുഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുക. യോഗത്തിന് മൂക്കുന്നില്ലല്ലോ, അതേലും മൂക്കട്ടെ. അങ്ങനെ മണമടിക്കുമ്പോൾ കണക്ക് കൂട്ടുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചെല്ല് എല്ലാവർക്കും ഇല്ലെന്നാ തോന്നുന്നത്. ഇങ്ങനൊക്കെയുള്ള കക്ഷികളുണ്ടെന്ന്. എന്തായാലും കൊള്ളാം. യൂദ വീട് മുഴുവൻ നിറഞ്ഞു സൗരഭ്യം കൊണ്ടേ. അപ്പൊ യൂദ കണക്ക് കൂട്ടി 300 വെള്ളിക്കാശ്. ഇത് 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക്. അടുത്ത വാക്യമുണ്ട്, ദരിദ്രന്മാരുടെ അനുകമ്പയോ മഹാമനസ്കതയോ സ്നേഹമോ കരുണയോ ഉണ്ടായിട്ടില്ല. 3 കാര്യം. 1, ഇവൻ കള്ളന്. ഇവനിങ്ങനെ പമ്മിയിരിക്കുന്നെങ്കിലും ഇത്തിക്കരപ്പക്കിയുടെ അനിയന്, വെള്ളായണി പരമോന്റെ ചേട്ടനും. പഴയ ആൾക്കാരുടെ പേര് പറഞ്ഞ, ഇപ്പൊ പറഞ്ഞാൽ പിന്നെ എന്നെ തത്തിച്ചാനെടുക്കുക. അവരൊക്കെ പോയി, അതുകൊണ്ടാണ്. ഇപ്പോഴുള്ളവരുടെ പേരറിയാൻ വെറുതെ എന്തിനും അലോഗ്യം ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഇവന് 1, ഇവൻ കള്ളനാണ്. 2, പണസഞ്ചി അവന്റെ പക്കൽ. വായിക്കും മോളെ. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല. വിചാരവും ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെയോ, അവൻ കള്ളനാകൊണ്ടും. ക്ലിയർ ആയിട്ട് എഴുതി, അവൻ കള്ളനാ. പിന്നെ പണസഞ്ചി തന്റെ പക്കലാകയാൽ. ഇവനാ പണസഞ്ചിയല്ല, ഇവന്റെ പക്കല്ല. ഇവനെ വന്ന കാലം മുതലേ ഇവനാ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവനത് ഉന്നം വെച്ചാ വന്നത്. അതിലിട്ട് എടുത്ത് അടിച്ചു മാറ്റുന്നുണ്ട്. ഡെയിലി ഇത് അടിച്ചു മാറ്റും. 3 കാര്യമാണ്. ഇതുകൊണ്ടാണ് ഇവൻ പറഞ്ഞത്. അടിച്ച് ഓഡിറ്റിംഗ് ഒന്നും അവിടെ ഇല്ലല്ലോ, നമുക്കല്ലേ കണക്കും കാര്യമല്ല. ചില സഭയിലൊക്കെ ചെന്ന് ദശാംശവും കൊടുക്കാത്തവരുടെ ലിസ്റ്റ് എടുത്ത് ഇതുപോലെ ഇവിടെ ആയതുകൊണ്ട് ഞാനങ്ങ് അടങ്ങുക. എടാ, നീ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാൽ അറിയാത്ത വഴി ദൈവം തുറക്കും. അനുഭവത്തിൽ നിന്നും കൂടാ പറയുന്നത്, അല്ല വചനത്തിൽ നിന്നായി പറയുന്നേ. ദൈവത്തെ കൊണ്ട് കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല, വെറുതെ എന്തിനാ
ദൈവത്തിന് സ്പർദ്ധ ഉണ്ടാക്കുന്നത്. ദൈവത്തിന് മഹത്വം. ഇവന് 3 കാര്യം അടിച്ചു മാറ്റുന്നുണ്ട്. അടിച്ച് ഡെയിലി അതിലിട്ടിരി, അങ്ങനല്ലേ നമ്മളെ അതിലിട്ടത് എടുത്തു വന്നതിനാൽ ഇവനൊന്നും എടുക്കുക ചെയ്യുന്നത്. ഓഡിറ്റിംഗ് ഒന്നും ഇല്ലല്ലോ, കണക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇവൻ ചിന്തിച്ചത്, ഇവൻ എന്തോ കാട്ടായമാണ് ചെയ്യും. 300 വെള്ളിക്കാശിന്റെ ഈ സ്വച്ഛതയുടെ മാംസതയിൽ എൻ്റെ ഈ തന്നിരുന്നെങ്കിൽ ഞാൻ ചന്തയെ കൊണ്ടുപോയി വിറ്റേച്ച് എടുത്ത കാശ് ഇതിനകത്ത് ഇടുകയും ചെയ്തതിന് പിന്നെ ഏതൊരു അത്തർ മേടിച്ചൊന്ന് മണപ്പിച്ചാൽ മതിയല്ലോ. യേശുവിനൊരു അത്തർ എന്തിനാ? സ്വച്ഛതയുടെ മാംസത്തൈലം. യേശുവിനെ പൂശിയാൽ മതിയല്ലോ. പൂശാനൊക്കെ ഇവന്മാർക്ക് നന്നായിട്ട്, പിന്നെ വർഷങ്ങളായിട്ട് യേശുവിനെ പൂശുകല്ലേ. സ്തോത്രം. നന്നായിട്ട് പൂശാൻ അറിയാം, അന്യോന്യം പൂശാനും നല്ലതുപോലെ അറിയാം. അപ്പം ഇവൻ അതുകൊണ്ടൊക്കെ പറഞ്ഞു, സ്തോത്രം, വെറുതെ ഈ പാഴ്ചെലവ്. ഞാൻ വിവരിക്കുന്നില്ല. കർത്താവിന് മഹത്വം. കർത്താവ് അവളെ തടഞ്ഞില്ല കേട്ടോ. ഈ സംഭവം ഇനി അടുത്ത ഈ മറിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. നമ്മുടെ കുറുവാക്യം അതാ സമയം. പെസഹയ്ക്ക് 6 ദിവസം മുമ്പാ വന്നത്. ഇനി പെസഹായ അതൊക്കെ കഴിഞ്ഞാൽ അവിടുന്ന് ക്രൂശിക്കപ്പെടാൻ പോകുക. ക്രൂശീകരണം അത് അതുപോലെ സംഭവിച്ചു. പെസഹാ എല്ലാം കഴിഞ്ഞ്, അന്ത്യത്താഴം കഴിഞ്ഞ് കിദ്രോൻ തോട് കിടന്ന് അവിടുന്ന് ഒലിവുമലയിലേക്ക് പോകുക. ശിഷ്യന്മാര് കൂടെയുണ്ട്. അങ്ങനെ ഗെത്സമനായി ചെന്ന് നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുന്നു. ശിഷ്യന്മാര് അല്പം ദൂരെ മാറിയിരിക്കുന്ന യേശു പറഞ്ഞു, ഉണർന്ന് പ്രാർത്ഥിക്കും, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക. എന്നിട്ടും കണ്ണിന് ഭാരമേറി ഉറക്കം തൂങ്ങുക. യേശു ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവിടുത്തെ ആ വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത് വീണു. പ്രാണവേദനയിലായാ പ്രാർത്ഥിക്കുന്നത്. അതാ കേൾക്കുന്നു ഞാൻ ഗെത്സമന തോട്ടത്തിലെ പാപി എനിക്കായി നൊന്താലറിടുന്ന പ്രിയന്റെ ശബ്ദമത്. പാപി എനിക്കായി നൊന്താലറിടുന്ന പ്രിയന്റെ ശബ്ദമത്. അതാ കേൾക്കുന്നു ഞാൻ ഗെത്സമന തോട്ടത്തിലെ. പാപി എനിക്കായി നൊന്താലറിടുന്ന പ്രിയന്റെ ശബ്ദമത്. അവൾ അവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാണവേദനയിലായി, വിയർപ്പ് രക്തത്തുള്ളിയായി നിലത്ത് വീണു. ഈ ഓരോ രക്തവും എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തുന്ന രക്തമാണ്. ഒടുവിൽ കള്ളനെ കൊള്ളക്കാരനെ പിടിച്ചു കെട്ടുമ്പോൾ യൂദയുടെ ഒറ്റക്കൊടുപ്പിനാൽ വാളും മടിയും തീവട്ടിയും പന്തങ്ങളുമായി തോട്ടത്തിൽ കടന്ന് ആക്രമിച്ച് യേശുവിനെ പിടിച്ചു കെട്ടുന്ന വിസ്തരിക്കേണ്ട നിങ്ങൾക്കറിയാം. യേശുവിനെ പിടിച്ചു കെട്ടി ഒരു കൊള്ളക്കാരനെ കൊണ്ടുപോകലെ പിടിച്ചു കെട്ടി അന്ന് രാത്രി പല കോടതി മാറി വിസ്തരിച്ചു. യേശുവിനെ വിസ്തരിച്ചു. ഒരു കുറ്റവും കണ്ടില്ല. എങ്കിലും ജനത്തിന്റെ ക്രോധോ ശാഠ്യോ ആക്രോശ നിമിത്തം ബരബാസിനെ വെറുതെ വിട്ടുകൊടുക്ക്. യേശുവിനെ ക്രൂശിക്കാന്നവര് ഏക സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. മുൾക്കിരീടധാരിയായി മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി ആ മുതുക് ഉടവുചാല് പോലെ ചാട്ടവാറിന്റെ അടിയാൽ പ്രകരത്ത് ആ ഉടവുചാല് പോലെ മുതുക് നീളത്തിൽ കീറപ്പെട്ടവനായി ആ കന്നത്ത് അടിയേറ്റ് കാർക്കിച്ചുള്ള തുപ്പലേറ്റ് കണ്ടാൽ അയാളല്ലെന്ന് തോന്നുമാറ് വിരൂപമാക്കപ്പെട്ട് ഒടുവിൽ പീലാത്തോസിന്റെ കൽത്തള്ളം മുതൽ കാൽവറുകിലേക്ക് കുരിശിന്റെ മരവും ചുമന്നുകൊണ്ട് നടന്നു പോകുക. വേച്ചും പറച്ചും നടന്നും അവയെ കാൽവറുകിയുടെ കൊലമരത്ത് ചെന്ന് 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ യേശുവിനെ അവരുടെ നടുവിൽ ക്രൂശിച്ചു. അവൻ ആണികളാൽ യേശു തൂങ്ങപ്പെട്ട് കിടക്കുക. മുൾക്കിരീടധാരിയായി അവൻ സ്തോത്രം 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് കൂടിരുട്ടുണ്ടായി. ആ ഭൂമി കുലുങ്ങി, പാറ പിളർന്നു. ദൈവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് 2ആയി ചിന്തി. അവൻ സ്തോത്ര സൂര്യൻ കടിപ്പടം പോലെ അങ്ങ് കറുത്തു. ഈ കാര്യങ്ങളും ഗോളിളക്കമെല്ലാം സംഭവിച്ചപ്പോൾ യേശു ഉറക്കതിൽ വിളിച്ച് പ്രാണനെ വിട്ടു. എന്തിന്? എന്നെയും നിന്നെയും രക്ഷിക്കുവാൻ, എന്നെയും നിന്നെയും വിടുവിക്കുവാൻ, എനിക്ക് നിനക്ക് മോക്ഷം തരാൻ. മരിച്ച നിറപ്പ് വരുത്തുവാൻ വിലാപ്പുറത്ത് പടയാളി കുന്തമെടുത്ത് കുത്തി രക്തവും വെള്ളവും ചാടി പുറപ്പെട്ടു. പി വി തൊമ്മിയുടെ ഒരു പാട്ടിന്റെ വരി കൊണ്ട് പാടാൻ അധികം നേരമില്ലെങ്കിലും അത്ര ഒക്കുന്നില്ലെങ്കിലും ഒരു വരി പാടാൻ. കരുണയില്ലാത്ത പടയാളിയോരു പെരിയ കുന്തം അങ്ങെടുത്തു, കരുണയില്ലാത്ത
പടയാളിയൊരു പെരിയ കുന്തമൻ കുത്തി തുറന്നു ചങ്കിൽ ഉടനെയൊഴുകി ജലവും രക്തവും ഉടനെ കുത്തി തുറന്നു ചങ്കിൽ ഉടനെയൊഴുകി ജലവും രക്തവും. അപ്പൊ ശ്രദ്ധിക്കുക, ആ പരുവത്തിൽ നിൽക്കട്ടെ. തീരുവാന്നോർത്താണ് അത് കുറയ്ക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തിരുമരണം, അവിടുത്തെ കുരിശുമരണം, ഉറക്ക നിലവിളിച്ച് അവിടുന്ന് പ്രാണന വിട്ടു. എല്ലാരും ചെതറി ഓടി. ഒരു ശിഷ്യൻ മാത്രം അന്നേരം കുരിശന്റെ ചുവട്ടിലുണ്ട്, യോഹന്നാൻ. കുരിശന്റെ ചുവട്ടിൽ നിന്ന് യോഹന്നാനോട് പറഞ്ഞു, നിന്റെ അമ്മ ചേർത്ത് പോണം. ആ ശിഷ്യൻ കണ്ടോണ്ടായതല്ല എഴുതിയത്. എന്തിനേറെ എല്ലാരും പോയി. രാത്രി വന്ന നിക്കോദമോസും അരിമത്തിയിലെ യോസേപ്പും പീലാത്തോസിന്റെ അനുമാനത്തോടെ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിന്റെ തിരുശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി ഏതാണ്ട് 100 രാത്രി സുഗന്ധക്കുട്ടൾ നിർമ്മല ശീലയിൽ വീണ്ടും അത് ക്രമപ്പെടുത്തി പൊതിഞ്ഞ് ആ യോസേപ്പിന്റെ ക്രൂശിക്കപ്പെട്ട തോട്ടത്തിനടുത്ത് തന്നെ ആ യോസേപ്പിന്റെ വസ്തുവും ഒരു കല്ലറയും അവിടോട്ട് കൊണ്ടുവച്ചു. ചതിയൻ ജീവിച്ചിരുന്നപ്പം ഉയർക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാവലേർപ്പെടുത്തണം. ഇല്ല അവന്റെ ശിഷ്യന്മാർ തന്നെ കട്ടോണ്ട് പോയിട്ട് പറയും യേശു ഉയർത്തുന്നു. പിന്നെ അത് ആദ്യത്തേലും പിന്നെയും പിന്നെയാണ്. പടയാളികളെ കൊണ്ട് കാവലേർപ്പെടുത്തി. ഏതാണ്ട് 100 പടയാളികളെ നിർത്തിയെന്ന ഒരു ഡെഡ് ബോഡി കാക്കാൻ. സ്തോത്രം. പടയാളികളെ കാവലേർപ്പെടുത്തി കല്ല് ഉരുട്ടി വെച്ച് മുദ്രയും വെച്ചു. പക്ഷേ കൊരിന്ത്യലേഖനം 15 പറയും പോലെ തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ന്റെ അന്ന് ഉയർത്തു. കല്ലറ തുറന്ന വൻവൈരിക തകർത്തു, കല്ലറ തുറന്നു വൻവൈരിക തകർത്തു. വല്ലഭനായവനെ, വല്ലഭനായവനെ, യേശുവേ വന്ദനം ചെയ്തിടുവീ നിരന്തരം. യേശുവേ വന്ദനം ചെയ്തിടുവീ. കല്ലറ തുറന്നു വൻവൈരിക തകർത്തു, കല്ലറ തുറന്നു വൻവൈരിക തകർത്തു. വല്ലഭനായവനെ, വല്ലഭനായവൻ, യേശുവേ വന്ദനം ചെയ്തിടുവീ നിരന്തരം വന്ദനം. യേശുവേ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് തിരുവെടുത്ത് പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്തു. അതവിടെ നിൽക്കട്ടെ. കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ച് കല്ലുമെല്ലാം ഉരുട്ടി വെച്ച് എല്ലാം പിരിഞ്ഞു പോയി. കുറച്ച് സ്ത്രീകളൊക്കെ ദൂരെ നിന്ന് കണ്ടു. ബാക്കി സഹോദരിമാരെല്ലാം ഒരു സ്ഥലത്ത് പോയി കൂടി. സഹോദരിമാരെല്ലാം കൂടെ പറഞ്ഞു, നമുക്ക് യേശുവിനെ കാണാൻ പോണം. അപ്പൊ ചോദിച്ചു, പോണോ? അപ്പോൾ സഹോദരിമാരെ പറഞ്ഞു, വെറുതെ പോകരുത്, ഒരുക്കിയ സുഗന്ധവർഗവും എടുത്തുകൊണ്ട് പോകണം. ആയിക്കോട്ടെ, സുഗന്ധവർഗം എടുത്തു. ഇനി സഹോദരിമാര് പറ, ആരൊക്കെയാ പോയത് കല്ലറയിലോട്ട്? നിങ്ങൾ പോയില്ലെന്നറിയാം, എന്തായാലും പോയവരുടെ കാര്യം പറ. ആരും പോയില്ലേ? പേര് പറ. ഇവിടെ പറയണം. നിങ്ങൾക്ക് വേറെ ചോദ്യം ഞാൻ തരാം. ഇത് കഴിഞ്ഞ മുട്ടി നിൽക്കാൻ വേറെ ചോദ്യം തരാം. നിങ്ങൾ പറ. പിന്നെ പിന്നെ പറഞ്ഞു, അമ്മ പറഞ്ഞു. പിന്നെ ആട്ടെ, ചാറ്റമഴ കഴിഞ്ഞ് ഇത്രയും ഒപ്പിച്ചല്ലോ, വലിയ കാര്യം. അപ്പൊ ശ്രദ്ധിക്കുക, കല്ലറയിൽ പോയതേ മഗ്ദലക്കാരത്തെ മറിയാം, പിന്നെ മറ്റേ മറിയാം, ആ കോവിന്റെ ശലോമ, പിന്നെ സൂസന്ന പുള്ളിക്കാരിയും പോയി, യോഹന്നയും പോയി. അപ്പൊ സൂസന്നയും യോഹന്നയും ശലോമിയും മറ്റേ മറിയേയും മഗ്ദലക്കാരത്തി മറിയേയും ഇവരുടെ പേര്, പിന്നെ മറ്റു സ്ത്രീകളെന്നൊരു ഭാഗത്തുണ്ട്. എന്നാൽ എങ്ങനെയാ പോയത്? വെറുതെ ആണോ പോയേ? പിന്നെ എങ്ങനെയാ പോയേ? ഉറക്കെ പറ. സുഗന്ധവർഗമൊക്കെ എടുത്തോണ്ട് എപ്പോഴാ പോയേ? ഇരുട്ടുള്ളപ്പോ എന്ന് പറഞ്ഞ ആന്നേ.
ഒരു പാട്ട് പാടിക്കോ. മക്തൽ മേരി, മേരി എല്ലാം പാടട്ടെ. അവിടെ നിൽക്കുക, മേരിക്ക് കൊടുക്കട്ടെ, നമുക്ക് പിന്നെ ഞാൻ വേറെ തരാം. മേരി എല്ലാം പാടും. ആ വിളി കേട്ടാ മേരി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് പോലെ. നിങ്ങൾ പാടി, ഇവർക്ക് നിങ്ങൾക്ക് ഞാൻ വേറെ തരും. ഇവര് മേരി എല്ലാം പാടും. ഒന്നുകൂടെ. അവിടുത്തെ മേരി ഇച്ചിരി താമസിച്ചാ വരുന്നത്. ഇനി ഇങ്ങോട്ട് നോക്ക്, മേരി എല്ലാം ഇങ്ങോട്ട് നോക്ക്. മക്തൽ മേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങ് തേടി വന്നു. മക്തൽ മേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങ് തേടി വന്നു. ഈ ദിനത്തിൽ ഏഴയിതാ രാവിലെ തിരുമുമ്പിൽ വണങ്ങിടുന്നു. ഈ ദിനത്തിൽ ഏഴയിതാ രാവിലെ തിരുമുമ്പിൽ വണങ്ങിടുന്നു. ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, നിത്യജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകളാം കേകിടും. ഓ ഏഴകളാം ഞങ്ങൾ കേകിടുക. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ മറ്റുള്ള കാര്യത്തിൽ മറിയയും മറ്റേ മറിയയും സൂസന്നയും യോഗന്നയും ശലോമയും ഏതാനും സ്ത്രീകളും ഇരുട്ടുള്ള കല്ലറയിലോട്ട് ഓടുക. എങ്ങനെ? സുഗന്ധവർഗം എടുത്തോണ്ട്. എന്തിന്? യേശുവിനെ കാണാനും സുഗന്ധവർഗം പൂശാൻ. എന്നാൽ ഈ പോയ കൂട്ടത്തിൽ ബെഥാനിയിലെ മറിയ പോയില്ല. മനസ്സിലായോ? ഈ ഗ്രൂപ്പിനകത്ത് ബെഥാനിയിലെ മറിയ പോയില്ല. കാരണം പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് അവള് സമയം തക്കത്തിൽ ഉപയോഗിച്ചു. സ്തോത്രം. പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് ബെഥാനി വന്നപ്പോഴേ മറിയ നേരത്തെ കരുതി വെച്ച സ്വച്ഛജടമാംസി തൈലം അവിടുത്തെ തൃപ്പാരത്തിൽ ഒഴിച്ചെന്ന സമയം തക്കത്തിൽ അവൾ ഉപയോഗിച്ചു. കാരണം പറയാം. ഇതൊക്കെ നിന്ന് പറയേണ്ട കാര്യമാ. പിന്നെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് 9 ആയില്ലേ? 9 ആകുമ്പോൾ പറയണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ എന്നെ പറയാഞ്ഞേ? അയാൾ വല്ലതും കേൾക്കുന്ന കേട്ടോട്ടൊന്നായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ബെഥാനിയിലെ മറിയ ഈ ഗ്രൂപ്പിൽ ഇല്ലെന്ന്. പിണങ്ങിയിട്ടല്ല, സോദരി സമാജത്തോടെ എതിർപ്പും ഉണ്ടായിട്ടല്ല. അവള് പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ തൈലലേപനം നടത്തി. അവള് സമയം തക്കത്തിൽ ഉപയോഗിച്ചു. കാരണം പറയാം. യേശു ഇവിടെ വന്ന് ബൈബിൾ ക്ലാസ് എടുക്കുമ്പോഴേ പാറപടത്തിൽ ഇരിപ്പുണ്ട്, നോട്ട് ചെയ്യുന്നുണ്ട്, കുറിച്ചെടുക്കുന്നുണ്ട്. കുറിച്ചെടുക്കുക മാത്രമല്ല, കുറിച്ചെടുത്തതെല്ലാം ഇവള് വിശ്വസിച്ചു. നമ്മൾ പോയിന്റ് എല്ലാം കുറിച്ചെടുത്ത ഒറ്റ പോയിന്റ് നീ വിശ്വസിക്കുന്നില്ല. പോയിന്റ് എല്ലാം അറിയാം. ഇപ്പൊ ഞാൻ പറയാത്ത പോയിന്റ് എല്ലാം നിങ്ങൾക്കറിയാം. പക്ഷെ പോയിന്റ് ഉണ്ടെന്നേ ഉള്ളു, വിശ്വാസമൊന്നും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, നല്ല പോയിന്റാ. പക്ഷെ ഇത് കഴിഞ്ഞ ആഴ്ച മെഡിക്കൽ കോളേജിൽ പോകണം. പോയിന്റ് ഒക്കെ നല്ലതാ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടല്ലോ? ഹൃദയം നുറങ്ങിക്കോവ സമയം നല്ല പോയിന്റാ. പക്ഷെ പറയാം, ഒരു സൈക്കാട്രിയെ കാണണം. പോയിന്റ് ഒക്കെ നല്ലതാ. മനസ്സിലാകുന്നുണ്ടോ? മറിയ പാറപടത്തിലിരുന്ന് എല്ലാം നോട്ടി. അപ്പൊ യേശു എവിടെ പ്രസംഗിച്ചാലും പറയും, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടും, മനുഷ്യപുത്രനെ ക്രൂശിക്കും, മനുഷ്യപുത്രൻ മരിക്കും, മനുഷ്യപുത്രനെ അടക്കും, മനുഷ്യപുത്രൻ ഉയർത്തെഴുന്നേൽക്കും. സാഹചര്യം എല്ലാം കൂടെ മറിയ കണ്ടപ്പോ മനസ്സിലായി. പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് അന്നാരോ പറഞ്ഞു, മനുഷ്യപുത്രൻ ക്രൂശിക്കപ്പെടാൻ പോകുകയാ, യെരൂശലേമിലേക്ക് പോകാൻ പോകുകയാ. മനുഷ്യപുത്രനെ പിടിക്കും, ക്രൂശിക്കും, ഉപദ്രവിക്കും, പീഡിപ്പിക്കും, മിക്കവരും ചെതറിപ്പോകും, പ്രശ്നങ്ങൾ രൂക്ഷമാകും. അപ്പോൾ മറിയയ്ക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, സാഹചര്യം വലിയ മോശമാ, ഞാനൊരു സ്ത്രീയാ, പരിമിതികൾ എനിക്കുണ്ട്. ആ കോലാഹലം അന്തരീക്ഷം നടക്കുമ്പോൾ ഒരു പക്ഷേ അവിടുത്തെ ആ ഡെഡ് ബോഡി, തിരുശരീരം കാണുവാൻ ഒത്തൊന്നു വരികയല്ല, ചിലപ്പോൾ ചെല്ലാൻ പറ്റിയെന്നും വരികയല്ല. ഞാനൊരു സ്ത്രീ, ആ പരിമിതി ഒത്തിരിയുണ്ട്. അതുകൊണ്ട് എന്റെ വീട്ടിൽ ഇപ്പം വന്നിരിക്കുക അവിടുന്ന്. സ്തോത്രം. അവള് കരുതി വെച്ച സ്വച്ഛപടി ജഡമാംസ തൈലം ഒരുത്തന്റെ മൂപ്പ് ചോദിക്കാതെ യേശുവിന്റെ പാരത്തിലൊടിച്ചു.
കർത്താവിന് എന്തെങ്കിലും കൊടുക്കുന്നെങ്കിൽ ആരുടെ മൂപ്പ് ചോദിക്കണ്ട. പത്രോസിനോടും ചോദിക്കണ്ട, അന്ത്രയോപ്പനോടും ചോദിക്കണ്ട, യൂദായോടും ചോദിക്കണ്ട, മത്തായിയോടും ചോദിക്കണ്ട, ബർത്തിലാമായോടും ചോദിക്കണ്ട, ഒരുത്തരോടും ചോദിക്കണ്ട. നീ അങ്ങ് സമർപ്പിച്ചാ മതി. രക്ഷിക്കപ്പെടാൻ ആരുടെ മൂപ്പ് ചോദിക്കണ്ട. അച്ചായനോടോ അമ്മാമ്മയോടോ ഉപ്പാപ്പനോടോ കൊച്ചപ്പനോടോ മോനോടോ മോളോടോ ഒന്നും ചോദിക്കണ്ട. നിനക്ക് രക്ഷിക്കപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന് ഹൃദയം കൊടുക്ക. മറ്റൊരു തലയിലും രക്ഷയില്ല. യേശു മാത്രം രക്ഷിതാവ്, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ. ഇന്ന് രാത്രി സമർപ്പിക്കുക, സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ. ഹല്ലേലൂയ. അവൾ ആരോട് ഇവരോട് ചോദിച്ചാൽ സമ്മതിക്കത്തുമില്ലെന്ന്. യൂദായോട് ചോദിക്കുക, അച്ഛാ ഒരു ഭരണി തൈലം കൊണ്ട് ഒഴിക്കട്ടെ. യൂദായ്ക്ക് എന്തും വേണ്ട, ഒരു ഭരണി നിറച്ചുണ്ടോ? നിറച്ചുണ്ട്. മണമുണ്ടോ? നല്ല മണമാണ്. നീ ഇടയ്ക്ക് വല്ലതും പൊട്ടിച്ചു? ഇല്ല, ഗുരു വരുമ്പോൾ പൊട്ടിക്കാനിരിക്കുക. സ്തോത്രം. ഒരു കാര്യം ചെയ്യും, നീ വേറെ എന്തേലും പൊട്ടിക്കാതെ ഇഞ്ഞതാ, നീ വേറെ എന്തേലും പൊട്ടിക്കേ, എൻ്റെ ഭരണി ഇഞ്ഞതാ. ഇവൻ അന്നേരം പറഞ്ഞ് അടിച്ചു മാറ്റി വിൽക്കും. അതുകൊണ്ട് ഇവരെ എല്ലാം നന്നായിട്ട് ഇവിടെ കൂടെ കൂടി വീട്ടിൽ വന്ന് താമസിക്കും. ഇവൻ്റെ എല്ലാം നോട്ടവും ചിന്തയും സംസാരം എവള് കണ്ടോണ്ടിരിക്കുക. അവൻ്റെ ആ എറുകണ്ടിട്ടുള്ള നോട്ടവും പമ്മിയുള്ള സംസാരവും പിന്നെ വിളിക്കാം, പിന്നെ ഇതെല്ലാം എവള് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. റോഡിന് മൂലേ പോയി രാത്രി 11:30 എന്താണ് ആ റോഡിൽ നിന്ന് വിളിക്കുന്നത്, വരയ്ക്കാത്തിരുന്ന് ഫോൺ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനൊരുത്തരോട് പറഞ്ഞാൽ നിന്നെ പാമ്പ് കടിക്കും, നീ ഈ മുതുപാതിരായിട്ട് ഇങ്ങനെ റോഡെ കടന്നു. അവളെന്ത് ചെയ്യുക? അവളുടെ ടെറസിൻ്റെ ഉണ്ട്. അത് ഇതൊന്നും ഒരു നല്ല നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ഇവരെയെല്ലാം നന്നായിട്ട് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ ആരുടെ മൂപ്പ് ചോദിച്ചില്ല. 6 ദിവസം മുമ്പ് ഗുരു വന്നപ്പോൾ തൈലം പൊട്ടിച്ച് തൃപ്പാനത്തിൽ ഒഴിച്ചു. സൗരഭ്യം കൊണ്ട് വീട് നടന്നു. ഇന്ന് രാത്രി സ്വീകരിക്കാൻ ആരുടെയും ഉപയോഗിക്കണ്ട. കർത്താവിനെ സാക്ഷിപ്പാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ ഒരു ജഡരക്തത്തിന്റെയും ഉപയോഗിക്കരുത്. നീ കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാൽ മതി. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. ഇന്ന് രാത്രി രക്ഷിതാവ് നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്ന ദൈവം നിന്നെ അനുഗ്രഹിക്കും. യേശു മാത്രമാണ് രക്ഷിതാവ്, മറ്റൊരുത്തരും രക്ഷയില്ല. സമയം തക്കത്തിൽ ഉപയോഗിക്കും. ഇന്നും അത് ഉപയോഗിച്ചതുകൊണ്ട് അവിടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ആ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് രാത്രി ഈ സമയം കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത്, ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്, പോകരുത്. ഇന്ന് രാത്രി സമർപ്പിക്കും. യേശു നിന്നെ രക്ഷിക്കും. വേറെ ഒരു 2 പോയിന്റും കൂടെ പറയാനുണ്ട്, പക്ഷെ ഒക്കെയല്ല, ഇന്ന് വേണ്ട. ഇത് മതി. ഗുണമാകാനാണ് ഇതൊക്കെ മതി, പോരെ. പക്ഷെ ഞാൻ ഇച്ചിലൂടെ പറഞ്ഞാലേ ഗുണമാകുള്ളൂ, അങ്ങനെ ആരെങ്കിലും നിർബന്ധമുണ്ട്? ഇല്ല, ഇത് മതി. ഗുണമാകാനാണ് ഇതന്നെ അധികമാണ്. ദൈവത്തിന് മഹത്വം. ഇന്ന് നമുക്കൊന്ന് സമർപ്പിക്കാം യേശുവിൻ്റെ അടുക്കൽ. സമയം തക്കത്തിൽ ഉപയോഗിക്കും, നഷ്ടപ്പെടുത്തി കളയരുത്. ആമേൻ. ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല, ഇത് സുപ്രസാദ കാലമാണ്, ഇത് രക്ഷാ ദിവസമാണ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടണം. അതിനു മുമ്പ് ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുക. എഴുന്നേറ്റ് നിൽക്കാനും കൈ പൊക്കാനൊന്നും ഞാൻ പറയുന്നില്ല. ദൈവത്തിന് മകത്ത് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. യേശുവേ, ഞാനൊരു പാപി, എന്നെ രക്ഷിക്കണമേ. എന്റെ ഉള്ളത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ. ഇന്ന് രാത്രി എന്നെ അവിടുത്തെ മകനാക്കി മകളാക്കി തീർക്കണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ ദൈവം സഹായിച്ച് രക്ഷിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജലത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അതാ വേദപുസ്തക ഉപദേശം, യേശു പഠിപ്പിച്ച ഉപദേശം. അത് അനുഷ്ഠിക്കാൻ താല്പര്യമുള്ളവർ ഇന്ന് രാത്രി സമർപ്പിക്കണം. അതുപോലെ പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കണം, വേർപാട് പാലിക്കണം, തിരുമേശി എടുക്കണം, കൂട്ടായ്മ ആചരിക്കണം. ഓരോ ദിവസവും വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങണം. അവരെ ചേർക്കാൻ യേശു വീണ്ടും വരും. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ നമുക്ക് കൈയടിച്ച് പാടി ഇന്ന് രാത്രി അങ്ങ് പിരിക. സത്യവചനം കേട്ടു നീവാ, നിത്യജീവൻ നിനക്ക് കിട്ടും. സത്യവചനം. ഇപ്പോൾ സ്വോത്ര കാഴ്ചയും കൂടെ അങ്ങ് എടുക്കുക. അവിടെ ഇരുന്നോ, പാത്രം കൊണ്ടുവരും. നിന്റെ ജീവ പുസ്തക മോനെ പെട്ടെന്ന് ഇന്ന് എഴുതിടുമേ വരുവീൻ
ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വ്യാധിയെയും ഒരു കൈയടിച്ച് പാട്. ചുമന്നു നിന്നെ സൗഖ്യമാക്കിയതൻ അടിപ്പിണരാ. ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വീടോ നിലം പൊരുളോ കണ്ടിടുമൂറ്റാറുടയവർ. ഓ കെട്ടിയ വീടും നിലം പൊരുളോ കണ്ടിടുമൂറ്റോ ഉടയവരും ഉടുവിട്ടു നീ ജീവൻ പോയാ ഓ കൂടെ വരാതെ വേർപെടുമേ. ഇതല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല ചേർന്ന് കൈയടിച്ച് പാട്. ഓ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല ഓ നിന്നെ യേശു വിളിച്ചിടുന്നു. പരമയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. പ്രാരംഭത്തിൽ സാഹചര്യം അന്തരീക്ഷം അല്പം പ്രയാസമായി വന്നു എങ്കിലും യോഗത്തിന് ഭംഗം വരാതെ ദൈവം അത് പരിഹരിച്ചു തന്നല്ലോ. നിങ്ങളെല്ലാവരും സഹകരിച്ചതിന് ഒത്തിരി നന്ദി. സാധാരണ എല്ലാവരും പോകുന്ന സമയമൊക്കെ കഴിഞ്ഞെന്നറിയാം, എങ്കിലും നിങ്ങൾ സഹകരിച്ചു. ഒന്നുകൂടെ ഒന്ന് സഹകരിക്കണം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ഇറങ്ങിപ്പോകാനല്ല പറയുന്നത്, എഴുന്നേറ്റ് നിൽക്കാൻ. ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കരങ്ങൾ ഉയർത്തി വീശി അങ്ങ് പാടിക്കൂ. ഇന്നും എന്നേക്കും വേർപിരിയാ